ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രാധാന്യമുള്ള ഒരു ഹോളിസ്റ്റിക് ഹീലിംഗ് തെറാപ്പിയെ കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, മുദ്ര തെറാപ്പി അത് വളരെ ഫേമസ് ആയ തെറാപ്പിയാണ്. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് മുദ്ര തെറാപ്പി. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഉലഹന്നൻ സാറാണ്. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ മുദ്ര തെറാപ്പിയെ കുറിച്ച് പല പ്രാവശ്യം സാറുകൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ ലൈഫിലും മുദ്ര തെറാപ്പിയുടെ തലത്തിലുള്ള ചില എക്സ്പീരിയൻസസ് ഉള്ളതിൻ്റെ ആ വെളിച്ചത്തിൽ മുദ്ര തെറാപ്പിയുടെ ഒരു ക്ലാസ് സാർ എടുക്കുകയാണ്. നാളെ സാറിൻ്റെ ഒരു പ്രോഗ്രാം മുദ്ര തെറാപ്പിയുടെ 3 ദിവസത്തെ ക്ലാസ് കൂടെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഈ ക്ലാസ് എന്നുള്ളതും കൂടെ ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ഉലഹന്നൻ സാറിനെയും. ഉലഹന്നൻ സാർ, യു ആർ വെൽക്കം. Very good evening to everybody. ഇന്ന് മുദ്ര തെറാപ്പിയെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നാളെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള രോഗങ്ങളുമായി ബന്ധപ്പെട്ട് അത് എങ്ങനെ ചികിത്സിച്ച് മാറ്റാൻ എന്നതിനെ കുറിച്ചുള്ളതൊക്കെ നാളെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ക്ലാസ്. നാളെ എന്നല്ല, അത് 3 ദിവസങ്ങളിലായി നൽകുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. ഇന്ന് വാസ്തവത്തിലൊരു ഇൻട്രോഡക്ടറി അതെന്താണ് ഈ പ്ലാറ്റ്ഫോമിൽ തന്നിട്ടുണ്ട്. അല്പം കൂടി വ്യത്യസ്തമായിട്ട് അനുഭവങ്ങളിലൂടെ കടന്നു പോകാനാണ്. സാറ് പറഞ്ഞു, ഇത് ഒരു ഹോളിസ്റ്റിക് തോട്ടിലൂടെ കടന്നു പോകുമ്പോൾ ആണ് അതിന്റെ പൂർണ്ണ വിജയം കിട്ടുന്നത്. ഇതൊരു തെറപ്പിയാണ് for developing both mental and physical ailments. നമുക്ക് പലപ്പോഴും സൈക്കോസൊമാറ്റിക് അസുഖങ്ങളുടെ പിടിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ശക്തമായ മരുന്നുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ മരുന്നുകളെ മാറ്റി നിർത്തി ഒരു ഹോളിസ്റ്റിക് തോട്ടിലൂടെ ഞാൻ എന്നെ തന്നെ തപം ചെയ്ത് സ്ഫുടം ചെയ്ത് പുറത്തെടുക്കുമ്പോൾ ഞാൻ ആരോഗ്യവാനായ ഒരു വ്യക്തിയായി തീരും എന്ന വിശ്വാസത്തോടു കൂടി അത് അനുഭവിച്ച ഒരു വ്യക്തി എന്ന നിലക്കാണ് ഞാനിത് കൂടുതൽ പഠിക്കാൻ പോയി. എന്റെ ശബ്ദം, ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ ശബ്ദം നിശബ്ദനായ ഒരു വ്യക്തിയായിരുന്നു കുറച്ചു കാലം. എന്റെ തൊണ്ടയുടെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാം ഉടനെ പറഞ്ഞു ഇത് ഒരു ഓപ്പറേഷനിലൂടെ ശരിയാക്കി തരാം. പക്ഷെ എനിക്ക് എന്നോട് തന്നെ ഞാൻ ചോദിച്ചു, അത് വേണം. അതൊരു പരാജയമായാൽ ഞാൻ ആരെയും കുറ്റം പറയുന്ന സെൻസിലല്ല സർ. എനിക്ക് എന്നോട് തോന്നിയ ഒരു കാര്യം മാത്രം. അപ്പൊ അതിനെക്കുറിച്ച് അങ്ങനെ വേണ്ട എന്നൊരു ചിന്തയിൽ ഒരല്പം നിശബ്ദത പാലിച്ചിങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് ഈ മുദ്ര തെറാപ്പിയുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞത്. തുടർന്ന് എനിക്ക് തോന്നി ഐ വിൽ ട്രൈ. പൂർണ്ണമായും എംഫസൈസ് കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ശബ്ദം തിരിച്ചു കിട്ടണമേ എന്ന ചിന്തയിൽ ഈ തെറപ്പി ചെയ്യും. ഈ മുദ്ര തെറപ്പി ചെയ്യുകയും 27 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എൻ്റെ സൗണ്ടിന് ഒരു ബാക്കപ്പ് കിട്ടും. സാറുസാറൊക്കെ പറയാറുണ്ട്, നമ്മൾ സ്വരം കൊണ്ട് ജീവിക്കുന്നവരാണെന്നാണ്. ബീയിങ് എ തെറപ്പിസ്റ്റ്, സ്വരമില്ലാതെ ഒരു കാര്യവും നടക്കില്ല. അപ്പൊ സ്വരം കൊണ്ട് ജീവിക്കുന്ന ഒരു തൊഴിലാളിക്ക് സ്വരം തിരിച്ചു കിട്ടുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടെ പറഞ്ഞു കൊടുക്കണം എന്നൊരു താല്പര്യം വന്നതിന്റെ റിസൾട്ടാണ് ഈ മുദ്ര തെറാപ്പി പഠിക്കുകയും അത് പ്രായോഗിക തലത്തിൽ പലർക്കും പല പ്ലാറ്റ്ഫോമിലും ഞാൻ ഇത് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ആ ഒരു ഇൻട്രൊഡക്ഷനോട് കൂടി ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് പോയി. അപ്പോൾ ഇതൊരു ചികിത്സാ രീതിയാണ്. തെറപ്പി ഉദ്ദേശിക്കുന്നതിന് ചികിത്സാ രീതിയാണ്. ഇതൊരു പുരാതന ചികിത്സാ രീതിയാണ്. ഹോളിസ്റ്റിക് രീതി കൂടെ ഇതിലൂടെ ചേർക്കണം എന്നതാണ്. ഇത് നമുക്ക് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് തടയിടാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ജാലവിദ്യ തന്നെയാണ് ഈ മുദ്ര തെറപ്പി. ഒരു ഡിസോർഡറിനെ ഓർഡർ ആക്കുന്നതാണ് ചികിത്സ. ഒരു ഡിസോർഡറിനെ
ഓർഡർ ആക്കുന്നതാണ് ചികിത്സ. നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ശാരീരികമായും മാനസികമായും ഡിസോർഡറിലേക്ക് പോവുകയും അതിന്റെ ദുരന്ത ഫലം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് മോചനം നമുക്ക് ആവശ്യമാണ്. അതാണ് മുദ്രാ തെറപ്പിയിലൂടെ നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ നാം അത് സ്വീകരിക്കുന്നത്. അതിന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആവശ്യമാണ്. There is some determination, time bound holistic action, പോസിറ്റീവ് തിങ്കിങ്. അതാണ് ആ 3 കാര്യങ്ങൾ. ഒരു ഡിറ്റർമിനേഷൻ, എനിക്കത് നേടിയെടുക്കണം. അതിലൊരു ഹോളിസ്റ്റിക് ലിങ്ക് എന്നെ സഹായിക്കും. അത്തരമുള്ള ഒരു പോസിറ്റീവ് തോട്ട് അതിന് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് സുഖാവസ്ഥയിൽ നിന്ന് ഈ ദുരിതാവസ്ഥയിലേക്ക് വരാനുള്ള കാരണങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ ഈ ജീവിത രീതികൾ തന്നെയാണ്, ലൈഫ് സ്റ്റൈൽസ് തന്നെയാണ്, കാലാവസ്ഥാ വ്യതിയാനമാണ്, സ്വഭാവ രീതികളുടെ വ്യത്യാസം. ലൈഫ് സ്റ്റൈൽസ് ആണ് പലപ്പോഴും നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം ചെല്ലും തോറും നമ്മുടെ തോട്ട് പ്രോസസ് വ്യത്യസ്തമായ ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലും അതിനനുസരിച്ച് വ്യത്യസ്തം. അതോടൊപ്പം തന്നെ രോഗാവസ്ഥകളും നാം കൂട്ടിച്ചേർക്കുന്നു. നാം കുടിക്കുന്ന വെള്ളം, നാം ശ്വസിക്കുന്ന വായു, നാം ആഹരിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ എല്ലാം തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബ്യൂട്ടഡായി മാറുന്നു. നമ്മളിപ്പോൾ കൂടുതൽ പാക്കറ്റ് വസ്തുക്കൾ, പാക്കറ്റ് ആഹാരം കഴിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈസി. ഫുഡ് പോലും നമുക്കിപ്പോൾ പാക്കറ്റിൽ റെഡിയാണ്. ഇപ്പൊ ഈസിയായ ജീവിത രീതി അനായാസമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്ന ആ മാനസികാവസ്ഥയിൽ രോഗത്തെ കൂടി നമ്മളിലേക്ക് ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ദുരന്തങ്ങൾ. അപ്പോ ഇങ്ങനെയുള്ള മലിന വസ്തുക്കളുടെ ഉപയോഗം നമ്മളെ സുഖാവസ്ഥയിൽ നിന്ന് രോഗാവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ നമ്മുടെ പ്രാചീന ചികിത്സാ രീതികൾ, അതിന്റെ പങ്ക് നമുക്കിപ്പോൾ ഏതാണ്ട് കൈമോശം വന്നിരിക്കുന്നു. ഈ ചികിത്സാ രീതികളൊക്കെ വിദേശ രാജ്യങ്ങളിലെ മെഡിക്കന്മാർ കൊണ്ടുപോയി അവിടെ പ്രയോഗിക്കുന്നു. അവര് തള്ളിത്തന്ന കുറെ മരുന്നുകൾ കഴിച്ച് നമ്മൾ ജീവിക്കുന്നു. നമ്മളിപ്പോ പ്രധാന ആഹാരം മരുന്നാണ്. ഓരോ തരത്തിലുള്ള മരുന്നുകളുടെ കൂമ്പാരം കഴിച്ച് വിശപ്പടക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമുക്കുള്ളത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ലാഭക്കൊതിയാണ്. ലാഭക്കൊതിയാണ്. നിങ്ങളെ കൊന്ന് എനിക്ക് ലാഭമുണ്ടാക്കിയാൽ മതി എന്നുള്ളത്. അപ്പൊ അതിനാൽ തന്നെ നാം പഠിക്കുക, നാം അറിയുക, നാം അനുഭവിക്കുക, വിശ്വസിക്കുക, ആരോഗ്യം സംരക്ഷിക്കുക. മുദ്രാ തെറപ്പിയുടെ മുദ്രാവാക്യങ്ങൾ അത് തന്നെയാണ്. നാം പഠിക്കുക, അറിയുക, അനുഭവിക്കുക, വിശ്വസിക്കുക. അതിനൊക്കെ കൂട്ട് നമുക്ക് വിശ്വാസം തന്നെയല്ലേ എല്ലാം. വിശ്വാസം തന്നെയല്ലേ എല്ലാം. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഈ വൈകാരികമായ ശാരീരികമായ അസുഖാവസ്ഥയിൽ നിന്ന് നമുക്ക് മുന്നേറാൻ കഴിയുന്നതിനുള്ള ഒരു വഴിയാണ്, ഒരു മോചനത്തിനുള്ള ഒരു മാർഗമാണ് മുദ്രാ തെറപ്പി. മുദ്ര എന്ന വാക്കിനർത്ഥം ആംഗ്യം എന്നാണ്. ചില ആംഗ്യങ്ങൾ നാം ചെയ്യുന്നത് ഈ പ്രപഞ്ച ശക്തിയില് ഇവിടെ കോസ്മിക് എനർജി ശരീരത്തിനും മനസ്സിനും ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള ഊർജം നമുക്ക് കിട്ടുന്നത്. കോസ്മിക് എനർജി നമുക്ക് അത്യാവശ്യമാണ്. അത് ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ പ്രപഞ്ച ഊർജം നമ്മുടെ ശരീരത്തിന് അത് മനസ്സിലേക്ക് ചാനലൈസ് ചെയ്യുകയും എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അതാണ് മുദ്രാ തെറപ്പി ചെയ്യുന്നത്. മുദ്രയുടെ പ്രവർത്തനങ്ങൾ നമ്മളിലേക്ക് ചെല്ലുന്നു. ഈ പ്രപഞ്ച ശക്തിയെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നു, നമ്മളിലേക്ക് നാം സ്വീകരിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്
ഈ പ്രപഞ്ചവും മനുഷ്യരാശിയും പ്രപഞ്ച അധിപൻ നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്, 5 എലമെന്റ്സ്. അതുകൊണ്ടാണ് നമ്മുടെ സൃഷ്ടി. പ്രപഞ്ചമാണെങ്കിലും മനുഷ്യരാണെങ്കിലും ആ സൃഷ്ടിക്കകത്ത് 5 ശക്തികളുണ്ട്, എലമെന്റ്സ് ഉണ്ട്. ആ എലമെന്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെ എന്ന് ചോദിച്ചാല് അഗ്നിയുണ്ട്, വായുവുണ്ട്, ആകാശം അല്ലെങ്കിൽ സ്പേസ്, ഭൂമി, വെള്ളം. ഇങ്ങനെ 5 പേരാണ് ഒന്നിച്ചു ചേരുന്നത്. These are the 5 elements. അപ്പൊ ഈ 5 ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ എപ്പോഴൊക്കെ സന്തുലിതാവസ്ഥയിൽ നിൽക്കുന്നുവോ അവിടെ എല്ലാം പച്ച സിഗ്നലാണ്, ഓക്കെയാണ്. അസന്തുലിതാവസ്ഥ കടന്നു വരുമ്പോൾ രോഗാവസ്ഥയിലേക്ക്. ഈ പ്രപഞ്ചത്തിനും അത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെ ഓരോന്നോരോന്നായി കാർന്ന് തിന്നു കഴിയുമ്പോൾ അവിടെ ഇംബാലൻസ് വരുന്നു. റിസൾട്ട് നമുക്കും ഇംബാലൻസ്. അപ്പൊ ഇങ്ങനെ ഇംബാലൻസ് വന്നതുകൊണ്ട് നമ്മൾ പേടിച്ചോടേണ്ട കാര്യമില്ലല്ലോ. അതിനെ ബാലൻസ് ചെയ്യുന്നതിന്, സന്തുലിതാവസ്ഥയിൽ നിർത്തുന്നതിന് നാം പ്രയോഗിക്കുന്ന ഒരു വിദ്യയാണ് മുദ്രാതരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് കയറി എന്ന് തോന്നിയാൽ ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. സാബു സാറെ, കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. മനസ്സിലായി. ഇതിന് അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ 4 ഭാഗങ്ങളുണ്ട്. നമ്മൾക്ക് കിട്ടിയ എനർജി നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോകും. അത് നമ്മുടെ മൂക്കിന്റെ അഗ്രം, നാസികാഗ്രം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞില്ല, ഫിംഗർ ടിപ്പ്, ടിപ്പ് ഓഫ് ദി ടോസ്, ടിപ്പ് ഓഫ് ദി ലിപ്സ്. ഈ 4 ശരീര ഭാഗങ്ങളുടെ അറ്റങ്ങളിലൂടെ നമ്മൾക്ക് കിട്ടിയ എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ട്. അപ്പോ ഈ റിലീസ് ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ ബാക്ക് സർക്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ നമ്മുടെ വിരലുകളെ തമ്മിൽ ചെറുതായി ടച്ച് ചെയ്ത് നമ്മൾ ആ ടച്ചിങ്ങില് നമ്മൾ റീവിറ്റലൈസ് അവർ എനർജി, സർക്കുലേറ്റഡ് എനർജി റീവിറ്റലൈസ്ഡ്. അക്കാര്യങ്ങളെ കുറിച്ചും ഒരു സർക്യൂട്ട് ബൈപ്പാസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. നമ്മുടെ ബ്ലഡിന്റെ ഒരു സർക്യൂട്ട് പോലെ തന്നെ നമ്മുടെ എനർജിക്ക് ഒരു സർക്യൂട്ട് ബൈപ്പാസ് ഉണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് അല്പം ചരിത്രത്തിലേക്ക് കടക്കുന്നതിന് വിരോധം. നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനൻ യുദ്ധമുഖത്ത് തേരിൽ നിൽക്കുമ്പോൾ തേരാളിയായ ശ്രീകൃഷ്ണൻ യുദ്ധം ഓപ്പൺ ചെയ്യേണ്ട സമയമായി. അർജുനൻ മുന്നോട്ട് നോക്കുമ്പോൾ തന്റെ എല്ലാ ബന്ധുക്കളും ശത്രുപക്ഷത്തും. അർജുനന്റെ അമ്പിൽ നിന്ന് ഒരമ്പ് പുറത്തു പോയാൽ 100 അമ്പായി മാറുന്ന അവസ്ഥയുള്ള അർജുനൻ ഒരു നോട്ടം നോക്കി. തന്റെ ഗുരുനാഥൻ തൊട്ട് പലരും, തന്റെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എല്ലാവരും അപ്പുറത്താണ്. പഞ്ചപാണ്ഡവന്മാരോടൊപ്പമുള്ള ശ്രീകൃഷ്ണൻ തന്റെ തേരാളി അദ്ദേഹത്തിന്റെ കാലിലേക്ക് ഈ അർജുനൻ വീഴുകയാണ്. എനിക്ക് വയ്യ യുദ്ധം ചെയ്യും. അർജുനനോട് ശ്രീകൃഷ്ണൻ ശാന്തനായി പറയുകയാണ്, നീ ക്ഷത്രിയനാണ്. ധർമ്മത്തിനു വേണ്ടി ക്ഷത്രിയൻ അവന്റെ ധർമ്മം ചെയ്യുക, യുദ്ധം ചെയ്യും. അർജുനന്റെ കൈകളിൽ ഒരു മുദ്രയുണ്ടായി. ശ്രീകൃഷ്ണന്റെ കൈകളിൽ ഒരു മുദ്രയുണ്ടായിരുന്നു. ആ മുദ്ര മുന്നിൽ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞത്. കഴിഞ്ഞില്ല, അർജുനൻ എഴുന്നേൽക്കുന്നു. ബാക്കി കഥ നിങ്ങൾക്ക്. നമ്മുടെ പല ദേവീദേവന്മാരും അവരുടെ ഹൗസുകളിൽ പലതരം മുദ്രകളുണ്ട്. സരസ്വതി ദേവിയുടെ, വിദ്യയുടെ ദേവി, ഈ
മുദ്രയാണ് തള്ളവിരലും ചൂണ്ടുവിരലും ചേർത്ത് ഈ രീതിയിൽ പിടിച്ചിരിക്കുന്നത് സരസ്വതി വിദ്യയാണ് പകർന്നു നൽകുന്നത് നമുക്ക്. അപ്പൊ അതും മാത്രമല്ല, പല ദേവീദേവന്മാരും പല മുദ്രകളിലാണ് രക്ഷിക്കുന്നതെങ്കിൽ ഇവിടെ സരസ്വതി ദേവി, വിദ്യയുടെ ദേവി, ഈ ഇതാണ്. ഇപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ആന്തരിക ഇമോഷൻസ്, ആന്തരിക ഫീലിംഗ്, അത് ബാഹ്യമായി പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥ കൂടെയാണ് ഈ മുദ്ര. മുദ്രാസ് ആർ ദ എക്സ്പ്രഷൻസ് ഓഫ് അവർ ഇന്റേണൽ ഫീലിംഗ്. നമ്മുടെ ഉള്ളിൽ തട്ടിയ കുറെ വികാരങ്ങളുടെ പ്രകടനം കൂടിയാണ്, പ്രകടിപ്പിക്കൽ കൂടിയാണ് മുദ്ര. എക്സ്പ്രഷൻസ് ഓഫ് അവർ ഇന്നർ. ഇനി മുദ്രകൾ എങ്ങനെയാന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനും കൂടെ തരുന്നു. നമുക്ക്, ഞാൻ പറഞ്ഞു, പഞ്ചഭൂതങ്ങളുണ്ട്. ആ പഞ്ചഭൂതങ്ങള് നമ്മുടെ വിരലുകളിലൂടെയാണ് നമ്മളത് പ്രകടിപ്പിക്കുന്നത്. വിരലുകളിൽ ഇപ്പൊ 2-3 തരത്തിലുള്ള മുദ്രകളാണ് ഉള്ളത്. അതൊന്ന് തത്വമുദ്രകൾ. ഇപ്പൊ വായു ഒരു എലമെന്റ് ആണ്. ആ വായുവിനോട് കൂടെ തത്വ എന്ന വാക്കുകൂടെ ചേർത്തുകൊണ്ടാണ് ഇവിടെ ആക്കി പറയുന്നത്. ഇപ്പൊ വായു തത്വ എന്ന് പറയുമ്പോൾ എലമെന്റ് ഓഫ് എയർ. അത് ബാക്കി എക്സ്പ്ലനേഷനിൽ വരുമ്പോ തത്വ കയറി വരും. അപ്പൊ അതെന്താണെന്ന് തോന്നുന്നു. അവിടെ 3 തരം മുദ്രകളാണ് ഉള്ളത്. ആദ്യത്തേത് അടിസ്ഥാന മുദ്രകൾ. അത് 8 ഉണ്ട്. ഏതൊക്കെയാന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് തന്നെ 2ആയി തരംതിരിച്ചൊരവസ്ഥയുണ്ട്. യോജിക് മുദ്രകളും ഹസ്തമുദ്രകൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, യോഗാസനങ്ങളിൽ നിന്ന്, യോഗാസന ക്രിയകളിൽ നിന്നാണ് മുദ്ര നമുക്ക് പിടിച്ചത്. ഈ നാട്യശാസ്ത്രത്തിലും ഈ മുദ്രകളുടെ പ്രയോഗങ്ങളുണ്ട്. ശാസ്ത്രീയ നൃത്തമാടുമ്പോൾ അവരുടെ കൈവിരലുകളിൽ ചില മുദ്രകൾ കാണിക്കാറ്. അപ്പൊ യോഗ ചെയ്യുന്ന മുദ്രകളാണ് യോഗമുദ്രകൾ, യോജിക് മുദ്രാസ് എന്ന് പറയുന്നത്. എന്നാല് കൈകൾ കൊണ്ട് ചെയ്യുന്ന മറ്റു മുദ്രകളെ ഹസ്തമുദ്ര എന്ന് പറയും. 2ാമത്തെ വിഭാഗത്തിൽ വരുന്നത് പ്രാണിക് മുദ്രകളാണ്. വായുക്കളുടെ ഈ 8 തത്വമുദ്രകളുടെ ഒരു സങ്കലനമാണ്. ഇപ്പോ ബേസിക് മുദ്രകള് നമ്മൾ 2 വിരലുകൾ പല രീതിയിൽ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഒന്നിലേറെ വിരലുകൾ ചേർത്തുകൊണ്ട് പ്രാണിക് മുദ്രകളും അതിൻ്റെ കൂടെ. പ്രാണിക് മുദ്രകളിൽ വായുവിന്റെ ചലനങ്ങളെയാണ് നമ്മൾ. അപ്പോ അതും മുന്നോട്ട് വന്നാല് നമ്മുടെ 2 കൈകളിലും 5 വിരലുകൾ തന്നിട്ടുണ്ട്. ആ നമ്മുടെ എലമെന്റ്സിനെ നമുക്ക് ഈ കൈവിരലുകളിലൂടെ പ്രകടം. അതിലെ ഒന്ന് തള്ളവിരലാണ്. അത് അഗ്നിയെ നമുക്ക് കാണിക്കാം. 2 ചൂണ്ടുവിരലാണ്. അത് വായുവിനെ പ്രസന്റ് ചെയ്യുന്നു. 3 തള്ളവിരലാണ്. അത് ശൂന്യത്തെ, ആകാശത്തെ, ശബ്ദത്തെയാണ് പ്രകടിപ്പിക്കുന്നത്. ഇത് റിംഗ് ഫിംഗർ ആണ്. മോതിരവിരലാണ്. മോതിരവിരലിനെ ഭൂമി, ശക്തിമാനായ ഭൂമിയെയാണ് പ്രസന്റ് ചെയ്യുന്നത്. മിച്ചമുള്ള ഒരു കുഞ്ഞൻ വിരലുണ്ട്. അതാണ് വെള്ളത്തെ.
അത് മനസ്സിലായി എന്ന് വിചാരിച്ചു. പഞ്ചഭൂതങ്ങളെ നമ്മുടെ 5 വിരലുകളിൽ നിർത്തിയിരിക്കുന്നു. 2 കൈയിലെയും. ഈ മുദ്രകൾ ചെയ്യുമ്പോൾ 2 കൈകൾ കൊണ്ടും ചെയ്യണം. ഒറ്റ കൈ കൊണ്ട് ചെയ്തുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല, 2 കൈകൾ കൊണ്ടാണ് ഒരേ സമയം ചെയ്യുന്നത്. ഞാനൊരു മുദ്രയാണ് ഇപ്പൊ കാണിക്കുന്നത്. ഇത് 2 കൈ കൊണ്ട് വേണം. തള്ളവിരലും ചൂണ്ടുവിരലും. ഇതൊരു മുദ്രയാണ്, 2 കൈകൾ കൊണ്ട് ഒരേ സമയം ചെയ്യാനായിട്ട്. ഞാൻ സ്ലൈഡുകൾ സാധാരണ ഉപയോഗിക്കാറില്ല. ഇതിന് പ്രത്യേകിച്ച് ഞാൻ ഉപയോഗിക്കാത്തതിന്റെ കാരണം, ആ പോസുകൾ ഓരോന്നും കൊണ്ടുവരാൻ ആ നിമിഷത്തേക്ക് എൻ്റെ കൈകളാണെങ്കിൽ എനിക്ക് എളുപ്പമാണ്. എങ്ങനെയാണ് ആ പോസിലേക്ക് വരുന്നത്, നമ്മുടെ വിരലുകളെ കാണിക്കാനൊക്കെ എളുപ്പമാണ്. പറയുന്നതിനനുസരിച്ച് തന്നെ ഇത് കാണിക്കാനായിട്ട്. അപ്പോൾ 5 വിരലുകളുടെ ഏതിനെയൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് നമ്മുടെ ഈ 5 എലമെന്റ്സ്, പ്രധാനപ്പെട്ട എലമെന്റ്സ് 5 ഉണ്ട്. നമ്മുടെ ശരീരത്തില് എന്ത് കുറവുകൾ അനുഭവപ്പെടുമ്പോൾ അസുഖ കാരണമാണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ കുറവുകൾ എന്ന് പറയുന്നത് ഈ 5 എലമെന്റ്സിന്റെ കുറവുകളാണ്. അഗ്നിയുടെ കുറവ് കാണാം, വായുവിന്റെ കുറവ് കാണാം. കുറവുകൾ അനുഭവപ്പെടുമ്പോൾ അസ്വസ്ഥത വരും. 2 കൂടുതൽ അനുഭവപ്പെട്ടാലും അസ്വസ്ഥത വരും. അപ്പൊ അത് നോർമലായി നിൽക്കണം. അങ്ങനെ നോർമലായി നിൽക്കണമെങ്കിൽ നമ്മൾ ഈ വിരൽ ടച്ച് ചെയ്യുന്ന സ്വഭാവം അനുസരിച്ചാണ് കൂടുതൽ കുറവ് നോർമൽ. അപ്പൊ നോർമലായി നിൽക്കുമ്പോഴാണ് സ്വസ്ഥമായ സുഖമായ മുന്നോട്ടുള്ള യാത്ര. ബാക്കിയുള്ളതെല്ലാം അസ്വസ്ഥത ഉണ്ടാകും. കൂടിയാലും അസ്വസ്ഥത, കുറഞ്ഞാലും അസ്വസ്ഥത, രോഗങ്ങൾ. ഇനി ഒരു കാര്യം കൂടെ, നിങ്ങൾ ഈ കൈ ഇങ്ങനെ വെച്ച് നോക്കിയാൽ അഗ്നി മറ്റ് പഞ്ചഭൂതങ്ങളിൽ നിന്ന് വിട്ടാണ് നിൽക്കുന്നത്. ഈ 4 പഞ്ചഭൂതത്തെ നമുക്ക് പൊല്യൂട്ട് ചെയ്യാം. കാറ്റിനെ വിഷകരമാക്കാം, ഈ ശൂന്യത്തെ നമുക്ക് ബുദ്ധിമുട്ടിക്കാം, ഭൂമിയെ വിഷകരമാക്കാം, വെള്ളത്തെ വിഷലിപ്പാം, പൊല്യൂട്ട്. പക്ഷെ അഗ്നി ഇവയെ എല്ലാം ശുദ്ധീകരിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അഗ്നിയെ പൊല്യൂട്ട് ചെയ്യാൻ ഒക്കില്ല. അപ്പൊ ശക്തൻ അഗ്നിയാണ്. ഇനി വീണ്ടും നമ്മൾ എലമെന്റ്സ് എന്ന് പറഞ്ഞത് തത്വങ്ങൾ എന്ന് നമുക്ക് മാറ്റി കൂട്ടിച്ചേർത്ത് പറയാം. അവിടെയും പ്രധാനപ്പെട്ട ചില കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഈ 5 വിരലില് ഞാൻ പറഞ്ഞു വ്യത്യസ്തനാണ് അഗ്നി. നമുക്ക് 2 വിരലുകൾ അഗ്രങ്ങൾ തമ്മിൽ ചേർത്താണ് പിടിക്കുന്നതെങ്കിൽ അത് വായുവിൻ്റെയോ അഗ്നിയുടെയോ കൂടുതലില്ലാതെ നമുക്ക് ഒരുപോലെ അസുഖമില്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്ന ടച്ചാണ് ടിപ്പുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നത്. അടുത്തൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ചെറുവിരൽ ഞാൻ പറഞ്ഞു വെള്ളത്തെയാണ് അഭിമുഖീകരിക്കുന്നത്, വെള്ളത്തെയാണ് പ്രസന്റ് ചെയ്യുന്നത്. വെള്ളം കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് ആവശ്യത്തിന് മാത്രമാക്കാനുള്ള പ്രയോഗമാണ് ആ 2 ടിപ്പുകൾ തമ്മിൽ സന്തോഷത്തോടെ ചേർന്ന് നിൽക്കുന്നത്. വായു കൂടുതലാണ് എങ്കിൽ അത് കുറയ്ക്കണം. അപ്പോൾ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ഇവയുടെ നോർമൽ രൂപമാകാൻ 2 ടിപ്പുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കണം എന്നുള്ളത്. പക്ഷേ കുറവുള്ള ഒരവസ്ഥയാണെങ്കിലും നമ്മൾ അഗ്നിയിലേക്കാണ് വരുന്നത്. വായു, ഒരു വ്യക്തിക്ക് വായുവിന്റെ കുറവാണ് അനുഭവം. എവിടെയാണോ കുറവ് അനുഭവപ്പെടുന്നത് ആ വസ്തുതയിലേക്ക്, ആ തത്വയുടെ, ആ വിരലിന്റെ കീഴിലേക്ക് നമ്മുടെ തള്ളവിരലിനെ കൊണ്ടു. ഇപ്പൊ ഭൂമിയുടെ കുറവാണ് വിചാരിക്കുക,
ഭൂമിയുടെ കുറവാണെങ്കിൽ ഭൂമിയുടെ ചുവട്ടിലേക്ക്, ആ തത്വയുടെ ചുവട്ടിലേക്ക് നമ്മുടെ തള്ളവിരൽ കൊണ്ട് അത് ഭൂമിയുടെ ശക്തിയെ കൂട്ടും. കുറവ് എവിടെ ഉണ്ടോ അവിടെ ആ വിരലിന്റെ ചുവട്ടിൽ, ആ തത്വയുടെ ചുവട്ടിൽ നമ്മൾ ചുവട്ടിൽ വളമിടുന്ന പോലെ അഗ്നിയെ കൊണ്ട് ചേർത്ത് പിടിക്കുന്നു, ശക്തി പിടിക്കുന്നു. വായുവിന്റെ കുറവാണെങ്കിൽ വായു കൂട്ടുന്നതിന് വേണ്ടി ഇതിനെ ചേർക്കും. ശൂന്യത്തിന്റെ കുറവാണ്, ശബ്ദത്തിന്റെ ശൂന്യത്തിന്റെ കുറവാണ്, ഇതിനെ ചുവട്ടിൽ കൊണ്ട് വയ്ക്കുന്നു, അത് മുകളിലേക്ക് കയറിക്കും. എവിടെയാണോ കുറവ് അനുഭവപ്പെടുന്നത്, അതിന്റെ അസ്വസ്ഥത നമ്മൾ അനുഭവിക്കുമ്പോൾ അത് നോർമലൈസ് ചെയ്യുന്നതിന് അതിന്റെ ചുവട്ടിലേക്ക് നാം കൊണ്ട് അഗ്നിയെ മുട്ടിക്കുകയാണ്. അപ്പൊ ഒന്ന്, നോർമൽ ചെയ്യുന്നതിന് 2 ടിപ്പുകൾ ചേർക്കുന്നു. 2, കുറവുള്ളതിനെ കൂട്ടാൻ ചുവട്ടിൽ കൊണ്ടുവരുന്നു. ഇനി മൂന്നാമത്തെ പ്രക്രിയ, അധികമായി നിൽക്കുന്നതിനെ കുറയ്ക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. വായു നമുക്ക് അധികമായി നിൽക്കുന്നു, പലപ്പോഴും വായുവാണ് നമ്മളെ, അത് വാതപിത്ത കഫാദികളെ കൂടുതലാക്കുന്നു, ഗ്യാസ് ട്രബിൾ കൂടുതലാക്കുന്നു. അപ്പൊ അതിനെ അതിൻ്റെതായ രീതിയിൽ കുറയ്ക്കുന്നതിന് വായുവിന് അഗ്നിയുടെ ചുവട്ടിലേക്ക് കൊണ്ട് സറണ്ടർ ചെയ്യും. അഗ്നിയുടെ ചുവട്ടിലേക്ക് സറണ്ടർ ചെയ്യുന്നു. അഗ്നി വായുവിനെ പതുക്കെ തടവില്ല. ബാക്കി എല്ലാവരും സ്റ്റഡി ആയിട്ട് തന്നെ. വായു കൂടുതലാണ്, ചുവട്ടിൽ കൊണ്ടുവരണം. വായുവിനെ ഗുനിച്ച് അഗ്നിക്ക് കീഴടങ്ങുമ്പോൾ അഗ്നി സ്നേഹത്തോടു കൂടി തടവി അത് കുറയ്ക്കും. വെള്ളമാണ് കൂടുതൽ, വെള്ളമാണ് കൂടുതലായുള്ളത്. നമുക്ക് ആവശ്യത്തിന് അധികം നമ്മുടെ ശരീരത്തിൽ വെള്ളമുണ്ടോ? വെള്ളത്തെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ചെറുവിരലാണ്. ആ ചെറുവിരൽ അഗ്നിയുടെ ചുവട്ടിലേക്ക് കൊണ്ടുവരികയും അഗ്നി ചെറുവിരലിനെ അമർത്തി വെക്കുകയും. 3 കേസസ് ഞാൻ പറഞ്ഞു. വിരലിന്റെ പൊസിഷനാണ്. ഈ അഗ്നിയുടെ കൂടെയാണ് ഇവർക്കെല്ലാം പോകാനായിട്ട് പറ്റും. അഗ്നി ലിഫ്റ്റ് ചെയ്യുന്നു, അഗ്നി ഒരേ രീതിയിൽ പിടിച്ചു നിർത്തുന്നു, അഗ്നി കുറയ്ക്കാൻ പറ്റുന്നു. പഞ്ചഭൂതങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് അഗ്നിയാണ്. അഗ്നി മറ്റുള്ളവർക്ക് ശക്തി കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാൻ സഹായിക്കും. അപ്പൊ നമ്മുടെ ആരോഗ്യസ്ഥിതിയെ, ശാരീരിക മാനസിക സ്ഥിതിയെ നോർമലൈസ് ചെയ്യാൻ ഈ രീതിയിലാണ് മുദ്ര തെറപ്പി ചെയ്യുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ കുറയ്ക്കാനുള്ള കാര്യങ്ങളും കൂട്ടാനുള്ള കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനിയും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചില കണ്ടീഷൻസ്, പൊതുവെയുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് പറയാം. ഈ ഹസ്തമുദ്ര ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും, കണ്ടീഷൻസ് എപ്പോ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അത് കഴിയാവുന്നിടത്തോളം മുദ്ര ചെയ്യുമ്പോൾ കൈകൾ ഉയർന്നിരിക്കുക. ഇത് ബേസിക് മുദ്രയിലെ ധ്യാൻ മുദ്രയാണ്. ധ്യാൻ മുദ്രയാണ്. അത് കണ്ടോ? ധ്യാൻ മുദ്രയാണ്. ധ്യാൻ മുദ്രയിൽ ബാക്കി 3 വിരലുകൾ ഉയർന്നു തന്നെ ശരിയായി ഉയർത്തുക. ഞാൻ നേരത്തെ പറഞ്ഞു, 2 കൈകൾ കൊണ്ട് മുദ്രകൾ ചെയ്യുക. കണ്ടീഷനിൽ വലതു കൈ കൊണ്ട് മാത്രം ചെയ്യുമ്പോൾ ഇടതുഭാഗം പൂർണ്ണമായും ഡെവലപ്പ് ചെയ്യും.
ഇടത് കൈ കൊണ്ട് ചെയ്യുമ്പോൾ വലത് ഭാഗം പൂർണ്ണം ചെയ്യും. അപ്പോൾ രണ്ട് കൈ കൊണ്ടും ചെയ്യുമ്പോൾ ശരീരത്തിന്റെ ഇടതും വലതും ഒരേ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അടുത്ത പ്രധാന ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സംശയം, ഇത് എത്ര സമയം ചെയ്യും? 10 മിനിറ്റ് ചെയ്ത് നിർത്തേണ്ട മുദ്രകൾ 45 മിനിറ്റ്, മറ്റൊന്നും കണ്ടീഷൻ പറയാതിരിക്കുകയാണെങ്കിൽ 45 മിനിറ്റ് 50 മിനിറ്റ് വരെ തുടർച്ചയായോ 3 ഘട്ടങ്ങളായോ ചെയ്യും. 15 മിനിറ്റ് 15 മിനിറ്റ് 15 മിനിറ്റ്, ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ 1 മിനിറ്റ് നിർത്തേണ്ടിയിരിക്കുന്നു. നല്ലപോലെ ശ്വാസം എടുത്ത് വീണ്ടും ആ തുടർച്ച 45 മിനിറ്റ് ചെയ്യുക. നമുക്ക് എന്ത് ബുദ്ധിമുട്ടിനാണ് ചെയ്തത് അത് തീർന്നു എന്ന് കണ്ടാൽ പിന്നെ തുടരേണ്ട ആവശ്യമില്ല. ചുരുങ്ങിയത് 2-3 മാസമെങ്കിലും പല അസുഖങ്ങൾക്കും തുടർച്ചയായി ചെയ്യേണ്ടിയിരിക്കും. പിന്നെ വീണ്ടും വിരലിന്റെ അഗ്രങ്ങൾ തമ്മിൽ സ്പർശിച്ചാൽ മാത്രം ബല പിടിച്ച് കൊടുക്കണം. സ്പർശിക്ക് മറ്റു വിരലുകൾ കൊടുക്കേണ്ട കൊടുക്കും. ഇതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇതിനകത്തില്ല. വിളി കേൾക്കടാ, അവനിവിടെ ഉണ്ട്. പാർശ്വഫലങ്ങൾ ഇല്ലാത്തതാണ്. നമ്മള് പാർശ്വഫലങ്ങൾ ഇല്ലാത്ത ഈ ഒരു വസ്തുത ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ ഞാൻ മുദ്രയിൽ ഇരിക്കുക, അത് കൂടുതൽ ഫലപ്രദമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു 8 അടിസ്ഥാന മുദ്രകളും 5 പ്രാണിക് മുദ്രകളും ഉണ്ട്. അപ്പൊ ആ മുദ്രകൾ ഓരോന്നും ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ആ ക്ലാസ്സുകളിൽ ഞാൻ പറയും. ഇപ്പൊ ഒരു കാര്യം, ഇത് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക. അടിസ്ഥാന മുദ്രകളില് പ്രാണ, അപാന, ഞാൻ, പൃഥ്വി 4 മുദ്രകൾ. ആ മുദ്രകൾ ദിവസവും 15 മിനിറ്റ് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ബുദ്ധിമുട്ടുകൾക്കും അവസാനമാണ് ആ പ്രത്യേക 4 മുദ്രകൾ. മുദ്രകൾ ഇതൊക്കെയാണ്: പ്രാണ, അപാന, ഞാൻ, ഈ 4 മുദ്രകൾ 15 മിനിറ്റ് എല്ലാ ദിവസവും ചെയ്യുകയാണ് തീർച്ചയായും നമ്മളെ ബാധിക്കാവുന്ന ഒരുപാട് അസ്വസ്ഥതകളിൽ നിന്ന് നമുക്ക് മോചനം. നമ്മളൊരു മുൻകൂർ ജാമ്യം എടുക്കുന്ന പോലെയാണ്. അറസ്റ്റ് ചെയ്യപ്പെടാൻ സംഭവമുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ അതിനൊരു മുൻകൂർ ജാമ്യം എടുത്ത് കയ്യിൽ വയ്ക്കുക, വേലി കെട്ടി വയ്ക്കുക. ആ വേലി കെട്ടുന്നത് ഈ 4 മുദ്രകളിലൂടെ ആണ്. അപ്പൊ ഈ 4 മുദ്രകൾ 15 മിനിറ്റ് തുടർച്ചയായിട്ട് ചെയ്താൽ ഇത് ഹോളിസ്റ്റിക്, അത് ഇമ്പോർട്ടൻറ്റ്, അടിവരയിടും. ഈ 4 മുദ്രകൾ എല്ലാ ദിവസവും തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ, ഇത് ഹോളിസ്റ്റിക് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുൻകൂർ ജാമ്യം കൃത്യമാണ്, യാതൊരു സംശയവും. അപ്പൊ ആ 4 എണ്ണം ചെയ്യുമ്പോൾ നമ്മുടെ മെന്റൽ ഹെൽത്ത് വർദ്ധിക്കുന്നു, ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിക്കുന്നു, മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് അത് കൃത്യമായി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇതിന് സൈഡ് ഇഫക്റ്റ് ഇല്ല. ഏത് സമയം നിങ്ങളുടെ സമയത്തിന് ചെയ്യും. പക്ഷെ അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ സമയത്താണ് ചെയ്യാൻ ഞാൻ പറയുന്നതെങ്കിലും പ്രഭാതത്തിലാണ്, അതായത് 5 മണി, 6 മണി, 4 മണി വെളുപ്പിന് എഴുന്നേറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് വരാൻ കഴിയും. നമുക്കതിന് ഫങ്ഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ബിലീഫാണ്. ആ ബിലീഫാണ് ഞാൻ പറഞ്ഞ ഹോളിസ്റ്റിക് തോട്ട്. ഇതിന് ഒരു കോംപ്ലിമെന്ററി തെറപ്പിയാണ്. മറ്റു നിങ്ങൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിലും ഇത് അതിൻ്റെ ഒരു കോംപ്ലിമെന്റ് ആയിട്ട് നമ്മൾ ചെയ്തു തീർക്കും. മൈൻഡിന്റെ കാര്യത്തിൽ ശാന്തമായിരിക്കുക.
മൈൻഡ് ശാന്തമായിട്ട് മാത്രമേ ഇത് ചെയ്താൽ ഫലം ലഭ്യമാവൂ. മൈൻഡ് ശാന്തമാക്കണമെങ്കിൽ നമ്മൾ ഡീപ്പ് ബ്രെത്ത് എടുക്കേണ്ടി, ദീർഘമായ ശ്വാസം നമ്മൾ എടുക്കണം. നമ്മൾ പൊതുവെ ഒരല്പശ്വാസം മതി, ജീവിക്കാൻ അത് മതി. പക്ഷെ നമ്മുടെ മറ്റു ഒരുപാട് ഊർജം നാം ചെലവ് ചെയ്യുമ്പോൾ അത് പോരാ. അതിലൂടെ കിട്ടുന്ന ഓക്സിജനും അത് നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്ന, ബ്രെയിനിന്റെ തീറ്റയാണ് നാം കൊടുക്കുന്ന ഓക്സിജൻ. ഈ ബ്രെയിൻ പ്രവർത്തിക്കണമെങ്കിൽ ഓക്സിജൻ ആവശ്യമാണ്. ഓക്സിജൻ വായുവിൽ നിന്നാണ് ലഭിക്കുന്നത്. അതുപോലെ രക്തത്തിന് ഒരു അംശം ഓക്സിജൻ കിട്ടുന്നു. അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ലോങ് ബ്രീത്ത് നമുക്ക് എടുത്തേ പറ്റും. മാത്രമല്ല നമുക്ക് മെഡിറ്റേഷൻ, ഞാൻ ആ മെഡിറ്റേഷൻ എന്ന വാക്ക് വലുതാക്കി പറയല്ല, ചുമ്മാ നിശബ്ദമായി കണ്ണടച്ച് നല്ലവണ്ണം ശ്വാസം വിട്ട് ഒരു 10-15 നിമിഷം ദിവസേന ഇരിക്കും. നമ്മുടെ മെന്റൽ പീസ് നമ്മളിലേക്ക്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമായി പലരും പ്രഘോഷിക്കാറുണ്ട്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ 10-15 മിനിറ്റ് കണ്ണടച്ച് വെറുതെ ഇരിക്കുക. നമ്മുടെ ശ്രദ്ധ നമ്മുടെ ഇൻടേക്കും ഔട്ട്ലെറ്റും, ശ്വാസത്തിന്റെ ഇൻഹെയിലും എക്സൈലിലും മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾ പീസ്ഫുൾ ആയിട്ട് ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. നമ്മുടെ ശരീരം എപ്പോഴും റിലാക്സ്ഡ് ആയ സമയം, അതുകൊണ്ടാണ് വെളുപ്പിനെ എന്ന് ഞാൻ പറയാൻ കഴിയും. റിലാക്സ് ആയിട്ടുള്ള ടൈം അതാണ്. ആ സമയത്ത് നമുക്കത് ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും. ഒന്നുകൂടെ, ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും നമുക്കിത് ചെയ്യാം. ഇരിക്കുമ്പോൾ ശാന്തമായ പോസുകളിൽ ഇരിക്കുക, അത് പ്രധാനപ്പെട്ടത്. ടൈം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ആഹാരം കഴിച്ചതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമേ ഇത് ചെയ്യുക. 45 തൊട്ട് 50 വരെ മിനിറ്റ് ചെയ്യേണ്ടത് അങ്ങനെ തന്നെ ചെയ്യുക. കുറഞ്ഞ സമയമുള്ള 3-4 ഇതുണ്ട്, അത് ആ രീതിയിൽ നിർദ്ദേശം അനുസരിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോ ഇവിടെ ഞാൻ എൻ്റെ ഇൻട്രൊഡക്ടറി ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളെയൊക്കെ നിങ്ങളുടെ ഒരു സന്തോഷാവസ്ഥയ്ക്കും പീസ്ഫുൾ മൈൻഡിനും ഒരു ചെറിയ മെഡിറ്റേഷനിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. വിരോധമില്ല എന്ന് വിചാരിക്കുക. ഗൈഡഡ് മെഡിറ്റേഷനിലേക്ക് കൊണ്ടുപോയ ശേഷം ഒരു 2 മുദ്രകളും ഞാൻ പറഞ്ഞു തന്നു. അതിന്റെ ബാക്കിയും പറഞ്ഞ് അവസാനിപ്പിക്കും. സാറേ മതിയല്ലോ അല്ലേ? ഓക്കെ സാർ, അത് മതി. ഓക്കെ. അപ്പോ എന്നെ ഇത്ര നേരം ശ്രമിച്ചു അതിന് നിങ്ങൾക്ക് നന്ദി. ഇരിക്കുന്ന ഭാഗത്ത് സ്വന്തം മനസ്സിനെ ഒന്ന് പൂർണ്ണമാക്കുക. മറ്റ് ചിന്തകളിൽ നിന്ന് ഒരല്പം വിട്ട് നിൽക്കുക. വേണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം, വീട്ടിലാണല്ലോ, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചോളൂ. അതിനുശേഷം കൃത്യമായി ഇരിക്കുക. ഇരിക്കുമ്പോൾ ഈ ധ്യാൻ മുദ്ര, അതിനെക്കുറിച്ച് ഞാൻ ഇന്ന് പറയുന്നത്, ധ്യാൻ മുദ്രയിൽ കൈകൾ മലർത്തി വെച്ച് ധ്യാൻ മുദ്രയിൽ ഇരിക്കാം. ഇത് 2 തുടകൾക്ക് മുകളിൽ വെക്കാം. ഇങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, വേണ്ട. തുടകൾക്ക് മുകളിൽ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഗൈഡഡ് മെഡിറ്റേഷൻ തരാൻ പോകുക. ദീർഘമായി വെള്ളം കുടിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കാം. വെള്ളം കുടിക്കണം. ബോഡിയെ റിലാക്സ് ചെയ്തതിന് ശേഷമാണ് മുദ്രകൾ ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് ബോഡിയെയും മനസ്സിനെയും റിലാക്സ് ചെയ്യിച്ച ശേഷം 2 മുദ്ര കൂടി. എനിക്ക് ആരൊക്കെ ഉണ്ട് എന്നൊന്നും ഇപ്പോ അറിയുന്നില്ല, ഞാൻ ബിഗ് സ്ക്രീനിലേക്ക് കയറിയത് കൊണ്ട്. മനോജ് സാറ് റെഡിയല്ലേ? ഓക്കെ. ഓക്കെ സാർ, ഓക്കെ സാർ. പതുക്കെ കണ്ണുകൾ അടയ്ക്കുക. ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടിരിക്കുക. ദീർഘമായ ശ്വാസം എടുക്കണം. വളരെ പതുക്കെ പുറത്തേക്ക്. ഒരു 4-5 ആയി എന്ന് തോന്നിയാൽ
നമുക്ക് ഗൈഡഡ് മെഡിറ്റേഷൻ. നിങ്ങളുടെ ശരീരം ഇപ്പോൾ ശാന്തമാവുകയാണ്, മനസ്സ് ശാന്തമാവുകയാണ്. ശാന്തമായ അന്തരീക്ഷം. നിങ്ങളുടെ ശരീരത്തിന്റെ തല മുതൽ കാൽ വരെ ഓരോ ശരീരഭാഗങ്ങളെയും എണ്ണി പറഞ്ഞുകൊണ്ട് റിലാക്സ് ചെയ്ത് കൊണ്ടുവരിക. I will take you 10 minutes maximum. ഞാൻ തുടങ്ങുകയാണ്. എല്ലാവരും ഒരു ശ്വാസം. സൗണ്ട് വളരെ കുറവാണല്ലോ സാർ. സൗണ്ട് കുറവാണെങ്കിൽ ഞാൻ ലക്ഷ്യം കൂടെ പോകും. ഞാൻ തുടങ്ങട്ടെ. ഇപ്പൊ കേൾക്കാമല്ലേ മാം? ഹലോ, കേൾക്കാം സർ, കേൾക്കാം. ഓക്കെ, കേൾക്കാം സാർ. ശരി, നമുക്ക് തുടങ്ങാം. ശാന്തമായ മനസ്സിൽ മറ്റെല്ലാ ചിന്തകളും മറന്നുകൊണ്ട് എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും ശാന്തമാക്കി റിലാക്സ് ചെയ്യിപ്പിക്കുകയാണ്. ഇപ്പോൾ ഞാൻ റിലാക്സ് ചെയ്യുകയാണ്. റിലാക്സ് ചെയ്യിപ്പിക്കുക. നിങ്ങളുടെ തലയിലെ ഓരോ അവയവങ്ങളും, കണ്ണ്, മൂക്ക്, ചെവി, കവിൾ, ചുണ്ടുകൾ, താടി, ഇവയിലെ ഓരോ മാംസപേശിയും അതിലെ കോശങ്ങളും ഇപ്പോൾ പരിപൂർണ വിശ്രമത്തിലാണ്. ഇപ്പോൾ പരിപൂർണ വിശ്രമത്തിലാണ്. റിലാക്സ്, 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 റിലാക്സ്. നമ്മുടെ ശ്വാസത്തിലും എൻ്റെ ശബ്ദത്തിലും മാത്രം ശ്രദ്ധിക്കുക. നിങ്ങളുടെ റിലാക്സേഷൻ തലയിൽ നിന്ന് താഴോട്ട് കഴുത്തിലേക്കും തോളിലേക്കും പതുക്കെ പതുക്കെ നീങ്ങുകയാണ്. കഴുത്തിലെയും തോളിലെയും ഓരോ മാംസപേശിയും അതിലെ കോശങ്ങളും ഇപ്പോൾ പരിപൂർണ വിശ്രമത്തിലാണ്. പരിപൂർണ വിശ്രമത്തിലാണ്. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. നമ്മുടെ കണ്ണുകൾ പൂർണ്ണമായും അടഞ്ഞു കഴിഞ്ഞു. നമ്മളുടെ ചിന്തകൾ നമ്മളിൽ ഒതുക്കിക്കഴിഞ്ഞു. നിങ്ങളിപ്പോൾ പരിപൂർണ വിശ്രമാവസ്ഥയിലാണ്. അവിടെ നിന്ന് ആ വിശ്രമാവസ്ഥ താഴോട്ട് 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 പോരുമ്പോൾ നിങ്ങളുടെ ഇരു കരങ്ങളിലെയും ഓരോ കരങ്ങളിലെ വിരലുകളിലൂടെ എല്ലാ മാംസപേശിയും കോശങ്ങളും ഇപ്പോൾ പരിപൂർണ വിശ്രമത്തിലാണ്. പരിപൂർണ വിശ്രമത്തിലാണ്. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ഈ റിലാക്സേഷൻ, സന്തോഷകരമായ ഈ അവസ്ഥ വീണ്ടും താഴോട്ട് 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 പോരുമ്പോൾ നിങ്ങളുടെ നെഞ്ചിലെയും പുറകിലെയും ഓരോ മാംസപേശിയും അതിലെ ചെറുകോശങ്ങളും ഇപ്പോൾ പരിപൂർണ വിശ്രമത്തിലാണ്. പരിപൂർണ വിശ്രമത്തിലാണ്. റിലാക്സ്, 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 റിലാക്സ്.
നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നുകൊണ്ട് നിങ്ങളുടെ ശ്വാസത്തിലും എൻ്റെ ശബ്ദത്തിലും എന്നോടൊപ്പം സഞ്ചരിക്കുകയാണ്. നിങ്ങളുടെ ശരീരഭാഗങ്ങൾ ഓരോന്നോരോന്നായി വിശ്രമാവസ്ഥ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വിശ്രമാവസ്ഥ, സുഖകരമായ ഈ വിശ്രമാവസ്ഥ താഴോട്ട് 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 പോരുമ്പോൾ നിങ്ങളുടെ വയറിലെയും അടിവയറിലെയും ഓരോ മാംസപേശിയും കോശങ്ങളും ഇപ്പോൾ പരിപൂർണ വിശ്രമത്തിലാണ്. പരിപൂർണ വിശ്രമത്തിലാണ്. റിലാക്സ്, 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 റിലാക്സ്. വീണ്ടും ഉറക്കത്തേക്കാൾ സുഖകരമായ ഈ വിശ്രമാവസ്ഥ, നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷാവസ്ഥ, വിശ്രമാവസ്ഥ താഴോട്ട് 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 പോകുമ്പോൾ നിങ്ങളുടെ ഇരുനിതംബങ്ങളിലെയും ഓരോ മാംസപേശിയും അതിലെ കോശങ്ങളും ഇപ്പോൾ പരിപൂർണ വിശ്രമത്തിലാണ്. പരിപൂർണ വിശ്രമത്തിലാണ്. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ആനന്ദപ്രദമായ ഒരവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ. ഉറക്കത്തിനും ഉണർച്ചയ്ക്കും ഇടയിലുള്ള സന്തോഷകരമായ ഒരവസ്ഥ. ഈ വിശ്രമാവസ്ഥ വീണ്ടും താഴോട്ട് താഴോട്ട് പോരുമ്പോൾ നിങ്ങളുടെ ഇരുതുടകളിലെയും കാൽമുട്ടുകളിലെയും ഓരോ മാംസപേശിയും അതിലെ കോശങ്ങൾ പരിപൂർണ വിശ്രമത്തിലാണ്. ഇപ്പോൾ പരിപൂർണ വിശ്രമത്തിലാണ്. റിലാക്സ്, 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 റിലാക്സ്. പൂർണ്ണമായ വിശ്രമത്തിലെത്തിയ നിങ്ങൾ വീണ്ടും താഴോട്ട്, ആ വിശ്രമാവസ്ഥ താഴോട്ട് 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 കൊണ്ടുപോകും. നിങ്ങളുടെ ഇരു കാലുകളിലെയും കാൽക്കണകളിലെയും കാൽപാദങ്ങളിലെയും പാദങ്ങളിലെ ഓരോ വിരലുകളിലെയും ഓരോ മാംസപേശിയും കോശങ്ങൾ ഇപ്പോൾ പരിപൂർണ വിശ്രമത്തിലാണ്. പരിപൂർണ വിശ്രമത്തിലാണ്. പരിപൂർണ വിശ്രമത്തിലാണ്. സന്തോഷകരമായ വിശ്രമാവസ്ഥയിലാണ്. റിലാക്സ്, 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 റിലാക്സ്. സന്തോഷകരമായ ഈ അവസ്ഥയിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുവാനുള്ള അനുവാദം ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. കണ്ണുകൾ പതുക്കെ പതുക്കെ ചിമ്മി ചിമ്മി തുറക്കുക. വളരെ സന്തോഷത്തോടു കൂടി കണ്ണുകൾ ചിമ്മി ചിമ്മി തുറക്കുക. പൂർണ്ണമായും തുറന്നു കഴിഞ്ഞാൽ
രണ്ട് കൈകൾ കൊണ്ടും കൂട്ടിത്തിരുമി നിങ്ങളുടെ കണ്ണുകളിലും കവിളുകളിലും ചേർത്ത് വയ്ക്കുക. നല്ലവണ്ണം കൂട്ടിത്തിരുമി നിങ്ങളുടെ കണ്ണുകളിലും കവിളുകളിലും ചേർത്ത് വയ്ക്കുക. ചൂട് നിങ്ങൾ അനുഭവിക്കുക. ഒരു തവണ കൈകൾ നല്ലവണ്ണം കൂട്ടിത്തിരുമി കണ്ണുകളിലും കവിളുകളിലും ചേർത്ത് വയ്ക്കുക. നിങ്ങൾ എല്ലാവരും പൂർണ്ണമായും കണ്ണുകൾ തുറന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. രാജീവ് സാറെ പൂർണ്ണമായി കണ്ണു തുറന്നു അല്ലേ? സന്തോഷം. ഒരു ചെറിയ ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് രണ്ട് മുദ്രകളും കൂടെ ചെയ്യാം. മനോജ് സാറെ, എന്താണ് ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടായ ഒരു ഫീലിംഗ്? നമുക്ക് സാറിൻ്റെ ഈ ഗൈഡഡ് മെഡിറ്റേഷന് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു സാർ. സാറിന് പറഞ്ഞ പോലെ തന്നെ സാറിൻ്റെ ശബ്ദം ഒരു ഓഡിറ്ററി ഫങ്ഷൻ നല്ലപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സാറിനെ ശ്രദ്ധിക്കാൻ പറ്റി. വളരെ മൈൻഡ്ഫുള്ളായിട്ട് തന്നെ സാറിനെ ശ്രദ്ധിക്കാനും ആ ഒരു ജേർണി സാറ് തുടങ്ങിയിടത്തു നിന്ന് അവസാനം വരെ നിന്ന് കൈകൾ കൂട്ടി തിരുമിയത് വരെ അതിമനോഹരമായി സാറ് ഞങ്ങളെ എല്ലാവരെയും കൊണ്ടുപോയി എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. ഓക്കെ സാർ, താങ്ക് യു. ആണ് താങ്ക് യു. എനിക്ക് കൂടുതൽ പറയാനില്ല സാർ. സാർ, ആണ് അതിനാണ് എൻ്റെ ഞാൻ ഉദ്ദേശിച്ചത്. രാജ സാറേ, രണ്ടു വാക്ക്. സാറേ, ഞങ്ങൾ മുദ്ര മെഡിറ്റേഷന് വേണ്ടി ഒരുക്കുകയായിരുന്നില്ലേ? നല്ല ഒരുക്കം, അതായത് നല്ല ശാന്തത കൈവരിക്കാൻ സാധിച്ചു. ശാന്തതയോടുകൂടി മുദ്ര മെഡിറ്റേഷൻ ചെയ്യണമെന്ന് സാർ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതിന് നിദാനമായിട്ട് അതിന് മുഖാന്തരമായി തീർന്നു ഇപ്പോഴത്തെ മെഡിറ്റേഷൻ. നല്ലൊരു ശാന്തത കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. നീ പറയുന്ന മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് മെഡിറ്റേഷൻ അല്ലേ സാർ പറയുന്നത്? ഗൈഡഡ് മെഡിറ്റേഷൻ ആകുമ്പോൾ നമ്മുടെ ശ്രദ്ധ മറ്റൊരു ഭാഗത്തേക്ക് ഓടിപ്പോവില്ല, നമ്മോട് കൂടെ വരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഒരാൾ കൂടെ പറയാനുള്ള സമയം തരുന്നു. അത് കഴിഞ്ഞ് 2 മുദ്രകൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിക്കും. ആർക്ക് വേണമെങ്കിലും പറയാം. ഒരാൾ കൂടെ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പേര് വിളിക്കുന്നില്ല. ഇൻവൈറ്റ് ചെയ്തോ, പറഞ്ഞോളൂ. ഹേമാവതി മാം പറയും. സാറേ, നല്ല സാറിന്റെ ക്ലാസ് മ്യൂട്ടായി. അതായത് മെഡിറ്റേഷനും ഇതൊക്കെ ഞാൻ യോഗയിൽ പഠിച്ചിട്ടുണ്ട് സാറേ. എന്നാലും സാറ് പറയുമ്പോ നമുക്ക് ഒരു അധ്യാപകൻ പറയുമ്പോ അതൊന്നും കൂടി കേൾക്കുമ്പോൾ നല്ലൊരു സുഖമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ യോഗ, നിദ്ര, അതുപോലെ മെഡിറ്റേഷൻ എന്നുള്ള സംഭവങ്ങള് സാറ് പറഞ്ഞ പോലെ നമ്മള് ചിന്മുദ്ര ഓർ ധ്യാൻ മുദ്ര എന്ന് അതിനെ പറയാം. അതായത് ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും, അമർത്തി പിടിച്ചാൽ നമുക്ക് ഇതിന്റെ എഫക്ട് കിട്ടൂല. പതുക്കെ ഇങ്ങനെ കൈവച്ച് പിടിച്ചാലേ എഫക്ട് കിട്ടില്ല. അതുപോലെ തന്നെ ആ പിടിക്കുന്നതിനും രീതി ഉണ്ടല്ലോ സാറേ. 3 വിരല് കുറച്ച് മുകളിൽ പൊക്കി പിടിച്ചിട്ട് ഈ ഉള്ളം കൈയില് ഒരു സ്പൂണ് വെള്ളം ഒഴിച്ചാൽ അത് അവിടെ നിൽക്കണം. ആ രീതിയിൽ തന്നെ പിടിക്കണം. അപ്പൊ നമ്മള് ഈ മുദ്ര പിടിച്ചിട്ട് ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യണം എന്ന് പറയാൻ കാരണം, നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്താൽ അലസഭാവമായിരുന്നു. ഇതിപ്പോ നമുക്കുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഈ 2 കൈകളും. ഇതിങ്ങനെ വിടാൻ പാടില്ല. ആ ഉത്തരവാദിത്തം നമ്മളിങ്ങനെ കൊണ്ട് പിടിക്കണം എന്നുള്ളതാണ്. അതുപോലെ സാറിന്റെ ആ കുറച്ചു നേരത്തേക്ക് 10 മിനിറ്റിലേക്ക് എല്ലാവരും നല്ല രീതിയിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് കറണ്ട് പിന്നെ നമ്മുടെ ഇൻവെർട്ടർ പണി മുടക്കി പെട്ടെന്നെ 1 മിനിറ്റ് 1-2 മിനിറ്റ് 1.5 ഇരുട്ടായിരുന്നു. എന്നാലും നല്ല രീതിയിൽ ഞാൻ അത് അനുഭവിച്ചു സാറേ. താങ്ക് യു സാർ. ഓക്കെ, എല്ലാവർക്കും സന്തോഷം, നന്ദിയുണ്ട്. ജനറലായിട്ട് മുദ്ര ചെയ്യുന്നതിന് മുമ്പും ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പും മിനിമം 1 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. നാം എനർജി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, അതിനു വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അനുവാദത്തോട് കൂടിയിട്ട് ഞാൻ 2 മുദ്രകൾ ഇന്ന് പറഞ്ഞു നിർത്താം. 8 മുദ്രകളിലെ ആദ്യത്തെ 2 മുദ്ര. ആദ്യത്തെ മുദ്ര ഞാൻ മുദ്രയാണ്.
GYAN, ഞാൻ. ഈ മുദ്രയുടെ ഇതിനെ സരസ്വതി മുദ്രയെന്നും ചിന്മുദ്രയെന്നും വിളിക്കാറുണ്ട്. യോഗ ഭാഗത്ത് അത് ചിന്മുദ്രയാണ്. അതില് ബാക്കി 3 വിരലുകൾ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. ബലം കൊടുക്കണ്ട. നമ്മുടെ കയ്യിൽ ടച്ച്, ഫെദർ ടച്ച്. ഫെദർ ടച്ച് മറ്റ് വിരലുകൾ 3 കൃത്യമായി മുകളിലേക്ക് ചേർക്കും. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്ക് കൊണ്ടുപോകാൻ ഈ മുദ്രയ്ക്ക് സാധ്യതയുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ തള്ളവിരലിന്റെ അഗ്രവും ചൂണ്ടുവിരലിന്റെ അഗ്രവും 2 പ്രധാനപ്പെട്ട ഹോർമോണുമായി ബന്ധപ്പെടുന്ന ഗ്രന്ഥികളുമായി ബന്ധപ്പെടുന്നതാണ്. അതായത് ഗ്ലാൻഡുകളും. തള്ളവിരലിന്റെ ഈ ടച്ച് പോയിന്റ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെയും ചൂണ്ടുവിരലിന്റെ അറ്റം എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെയുമാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് മാസ്റ്റർ ഗ്ലാൻഡാണ്. മറ്റ് ഗ്ലാൻഡുകളെ, രാസവസ്തുക്കളെ നമുക്ക് വേണ്ടി നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. എൻഡോക്രൈൻ ഗ്ലാൻഡ് അതിനെ സഹായിച്ചുകൊണ്ട് പോകുന്നതാണ്. ഇത് ടച്ചിങ് പോയിന്റ് ആണ്. നാം ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് വിവേകം, ബുദ്ധിശക്തി, ഓർമ്മശക്തി ഇത് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഈ അങ്ങനെ അത് രണ്ടും ചേരുന്ന സമയത്ത് ഹൈപ്പോതലാമസിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നടക്കും. ഇത് മാസ്റ്റർ ഗ്ലാൻഡ് ആയ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആ നിലയ്ക്ക് തന്നെയാണ് ഈ മുദ്രകളിലെ മാസ്റ്റർ മുദ്ര ഞാൻ മുദ്രയാണ്. അപ്പൊ ഹൈപ്പോതലാമസിനെ കണക്ട് ചെയ്ത് ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ട് നമ്മളെ, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നു. ആ ഹൈപ്പോതലാമസിനെ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുന്നതിന് ഇവിടെ സഹായിക്കും. അപ്പോൾ ബുദ്ധിപരമായ വളർച്ചയ്ക്ക്, ഓർമ്മ നിൽക്കുന്നതിനും ഒക്കെ തന്നെ ഈ മുദ്ര ഉപയോഗിക്കും. നമ്മുടെ മക്കൾക്ക് ഓർമ്മയും ബുദ്ധിയും നല്ല ഷാർപ്പായി ലഭിക്കുന്നതിന് ഇത് ഒരു ചെലവുമില്ല. രാവിലെ നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ മക്കളെ വാ എന്ന് പറഞ്ഞ് അവർക്കും ഇത് ചെയ്തു കൊടുക്കുക. ഇതിനൊരു ടൈം ഡ്യൂറേഷൻ ഉണ്ട്. 45 മിനിറ്റ് ആണ്. 45 മിനിറ്റ്. അത് രാവിലെയാണ് ഏറ്റവും നല്ല സമയം. പ്രകൃതി തന്നെ സുഖമായിരിക്കുന്ന ഒരവസ്ഥയിൽ ആ സുഖം നമുക്കും വരട്ടെ. സരസ്വതി യാമത്തിൽ ഇത് ചെയ്യണമെന്നാണ് പറയുന്നത്. മറ്റു സമയത്ത് ചെയ്തുകൊണ്ട് അപകടമൊന്നുമില്ല. പക്ഷെ സരസ്വതി യാമം പ്രകൃതിയുടെ ഏറ്റവും ശാന്തമായ ഒരു സമയമാണ്. പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയാൽ ഒരു ദിവസം പോലും മുടക്കാൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ നിങ്ങളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ ഈ മുദ്രയിൽ ഇരുന്നുകൊള്ളൂ. അറിയാതെ തന്നെ ഒരു മെഡിറ്റേഷന്റെ റിസൾട്ട് നിങ്ങൾക്ക്. പിന്നെ ഞാൻ പറഞ്ഞു അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് തലച്ചോറിന്റെ പ്രവർത്തനത്തെ ശക്തമാക്കുന്നു, ബുദ്ധി, ഓർമ്മ കൂട്ടാൻ സഹായിക്കുന്നു, മാനസിക അസ്വസ്ഥതകളെ അകറ്റിക്കളയാൻ ഇത് സഹായിക്കും. നമുക്ക് അസ്വസ്ഥതകൾ കയറി വരുന്നു, ആവശ്യമുണ്ടോ ഇല്ലയോ, അതിൽ നിന്ന് ഒഴിവാകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ദേഷ്യം, ഡിപ്രഷൻ, ഹിസ്റ്റീരിക് തോട്ട്സ് ഇത് എല്ലാം തന്നെ മാറ്റാൻ സഹായിക്കും. BP കുറയ്ക്കാൻ സഹായിക്കും. ഇതിനെ കഴിഞ്ഞില്ല. ഉറക്കമില്ലാത്ത ആളുകൾക്ക്, ഞാനൊരു തെറപ്പിസ്റ്റ് എന്ന നിലക്ക് ഞാൻ എൻ്റെ പേഷ്യൻസിന്, ഉറക്കമില്ല എന്ന് വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു തെറപ്പിയാണ് ഇത്. ഉറക്കമില്ല എന്ന് പറയുന്ന ഒരവസ്ഥ. അതിന് 2 കൈകളും ഈ രീതിയിൽ ചേർത്ത് പിടിച്ച് ഉറങ്ങാൻ കിടക്കുക. ശാന്തമായ സമയത്ത് ഉറങ്ങാൻ കിടക്കുക. മനസ്സിനോട് പറയുക, ഉപബോധ മനസ്സിനോട് പറയുക, ഞാൻ ഉറങ്ങുകയാണ്, ഞാൻ ഉറങ്ങുകയാണ്. 30 തവണ മനസ്സിൽ പതുക്കെ പതുക്കെ ഉള്ളാരെ പറഞ്ഞാൽ ഒരു 20 തവണ പറയുമ്പോഴേക്കും നിങ്ങൾ ഉറങ്ങിയിരിക്കും. ഞാൻ മുദ്രയുടെ പ്രത്യേകത അത് തന്നെയാണ്. നമുക്ക് വരുന്ന ആങ്കർ നിയന്ത്രിക്കാൻ ഇതിന് കഴിയും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു. പല്ലുവേദന,
പല്ലുവേദന വരുന്ന ആ സമയത്ത് തന്നെ ഇത് പിടിക്കുക. അതിന് ഇന്ന സമയമൊന്നുമില്ല. മാത്രമല്ല മൈഗ്രെയിൻ, ഈ മൈഗ്രെയിൻ പല രീതിയിലുണ്ടാവാം. നമ്മുടെ ഈ ഇവിടെ കെട്ടിക്കിടക്കുന്ന ജലാംശമാണ് നമ്മുടെ തലവേദനയുടെ അളവ് കൂട്ടുന്നത്. ആ ജലാംശത്തെ പുറത്തേക്ക് കളയാനായിട്ട് ഇത് സഹായിക്കും. അപ്പോ ധ്യാൻമുദ്രയുടെ ഫലങ്ങൾ ഞാൻ പറഞ്ഞു തന്നു, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. കൈൻഡ്ലി പ്രാക്ടീസ്. രണ്ടാമത്തെ ഒരെണ്ണം വായുമുദ്ര, അതുകൂടെ പറഞ്ഞിട്ട് ഈ ക്ലാസ് ഇന്ന് ഞാനിവിടെ നിർത്തും. വായുവിൻ്റെ അധികത ഉണ്ടാകുമ്പോഴാണ് വായുമുദ്ര നമ്മൾ ചെയ്യുക. വായു തത്വയെ പ്രസന്റ് ചെയ്യുന്നത് ചൂണ്ടുവിരലാണ്. അധികതയുള്ളതിനെ കുറയ്ക്കാൻ അഗ്നിയുടെ ചുവട്ടിലേക്ക് സറണ്ടർ ചെയ്യുക. അഗ്നി അതിനെ തലോടിക്കൊണ്ടിരുന്നു. വളരെ പതുക്കെ ചെയ്താൽ. ഇത് തലോടലാണ്, ഇത് സറണ്ടറാണ്. നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യം. നമുക്ക് സറണ്ടർ ചെയ്യാൻ വയ്യ, അത് വേണം. നമുക്ക് നല്ല റിസൾട്ടുകൾ കിട്ടും. ഇതിന്റെ പ്രത്യേകത വായു സംബന്ധമായ എല്ലാ അസുഖങ്ങളും മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. ചിലർ പറയില്ലേ, എനിക്ക് ആഹാരം കഴിച്ച ഉടനെ ഭയങ്കര വയറിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. ഗ്യാസ്ട്രബിളിനെ നിശേഷം കളയാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. 45 മിനിറ്റ് ആണ് അതിന്റെ ഡ്യൂറേഷൻ. പൂർണ്ണ വിരാമത്തിന് ഏകദേശം 2 മാസം എടുക്കും. ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ചെയ്യണ്ട. ഇവിടെ അതിന്റെ രക്തക്കുഴലിലൂടെയുള്ള തടസ്സങ്ങൾ മാറ്റാൻ ഈ വായു രക്തത്തോടൊപ്പം സഞ്ചരിക്കുന്നു. അപ്പൊ പോകേണ്ട രക്തം പോകാൻ ഫുള്ളായിട്ട് പോകുന്നതിന് പകരം വായുവിനുള്ള സ്ഥലവും കൂടെ കൊടുത്തുകൊണ്ടാണ് ബ്ലഡ് പോകുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. വായുവിനെ അവിടുന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ, എക്സസ് വായുവിനെ അവിടുന്ന് ഒഴിവാക്കിയാൽ രക്തത്തിന് ആവശ്യമുള്ള രീതിയിൽ മുന്നോട്ട് പോകാം. അപ്പോൾ ഈ വായുമുദ്ര ചെയ്യുന്നത് വായു സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഫലം നൽകുന്നു. റൊമാറ്റിക് പെയിൻ, നടുവേദന, കൈകാൽ വേദന, ആർത്രൈറ്റിസ്, പേശിവേദന, ഇവയ്ക്കൊക്കെ ശമനം ലഭിക്കുന്നതാണ്. ഗൗട്ട് ആൻഡ് പാർക്കിൻസൺ, ഈ വിരലുകളൊക്കെ മടക്കാൻ ബുദ്ധിമുട്ടാവും. ഗൗട്ടാണ് അതിന്റെ കാരണം. പാർക്കിൻസൺസ് ഉണ്ട്, അതിന് വളരെ ശാന്തത, സമാധാനം ലഭിക്കും. ഗൗട്ട് പൂർണ്ണമായും പോകും, പാർക്കിൻസൺസ് പൂർണ്ണമായി പോകുന്നതായിട്ടുള്ള ഒരു ബോധ്യം കിട്ടിയിട്ടില്ല, പറഞ്ഞു തന്നിട്ടില്ല. പാരലൈസിസ് വരുന്ന ആളുകൾക്ക് അതിന്റെ കോണ്ടത്തെ കുറയ്ക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇത് ജോയിന്റ് പെയിൻ, അതിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ശരീരത്തിൽ ഉണ്ടാകുന്ന അമിത വായുവിനെ കുറയ്ക്കാനും ഇത് സഹായിക്കും. വായുമുദ്ര ശരീരത്തിലെ രക്തത്തിന്റെ സഞ്ചാരത്തെ കൂട്ടും. രക്തസംക്രമണത്തിന്റെ അളവ് കൂട്ടുന്നുണ്ട് ഇതിന്. അതുവഴി നമ്മുടെ നാഡീവ്യവസ്ഥ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കും. നാഡീവ്യവസ്ഥ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ശാരീരികമായി സ്വസ്ഥത നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഈ 2 മുദ്രകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ഞാൻ ഇവിടെ ഇത് അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇന്ററാക്ഷൻ ആവാം. സാബു സർ. താങ്ക് യു സാർ, വളരെ സന്തോഷം. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ പല പ്രാവശ്യം സാർ മുദ്രകളെ കുറിച്ച് എടുത്തിട്ടുണ്ട്. പ്ലാറ്റ്ഫോമിലെ പുറകോട്ട് നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണാം. എങ്കിലും സാറിന്റെ അനുഭവത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു ക്ലാസ് അടുത്ത നാളെ എല്ലാ ചൊവ്വാഴ്ചകളിലും 3 ക്ലാസ് ആയിട്ടൊരു മുദ്രാ തെറാപ്പിയെ കുറിച്ചൊരു ക്ലാസ് നടത്തുന്നുണ്ട്. ദയാനന്ദ് സാറാണ് അത് ചെയ്യുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. ഇതൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രത്യേകതകൾ സാറ് പറഞ്ഞതുപോലെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാണും. ഇനി ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നാളെ വൈകുന്നേരം 8:30-ക്കാണ് ക്ലാസ്. 8:30 മുതൽ 9:30 വരെ 1 മണിക്കൂർ. അങ്ങനെ 3 ചൊവ്വാഴ്ചകളിലാണ് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫീസ് നമ്മൾ ഉദ്ദേശിച്ചത് 300 രൂപയാണ്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യും. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കും.
ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മുദ്ര തെറാപ്പി ആരെങ്കിലും നേരത്തെ പഠിച്ചിട്ടുണ്ടെങ്കിലും പറയാം. അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ശാരീരികവും മാനസികവുമായ തലത്തിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം, ഒരു ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ തലത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. പറയൂ രമാവതി മാം, പറയൂ. സാർ എന്റെ അനുഭവം പറയട്ടെ. പറയൂ രാജ് സാർ. ഓഷോ അവിടെ കോഴിക്കോടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഓഷോയുടെ 3 ദിവസത്തെ തെറാപ്പി പറയുന്ന കോഴ്സ് അറ്റൻഡ് ചെയ്തു. അതിനുശേഷം എനിക്ക് ഈ പറയുന്ന ഹാർട്ടിന് പെയിൻ വരുന്ന സമയത്ത് ഞാൻ ഇത് ചെയ്യുമ്പം കുറേയായിട്ട് പെയിൻ കുറയുന്നുണ്ടായിരുന്നു. അതായത് ഹാർട്ടിന്റെ മുദ്രയാണോ? ഹാർട്ട് മുദ്രയാണോ? മുദ്ര അതിന് പറയുന്ന പ്രത്യേക പേരുണ്ടല്ലോ, മൃതസഞ്ജീവി, അങ്ങനെയുണ്ടല്ലേ? മൃതസഞ്ജീവിനി മുദ്ര. മൃതസഞ്ജീവിനി എന്ന് പറഞ്ഞാൽ വായു മുദ്രയും അപാൻ മുദ്രയും കൂടി ചേർന്ന്, വായു മുദ്രയും അപാൻ മുദ്രയും കൂടെ ചേർന്ന് ചെയ്യുന്നതിന് വളരെ വളരെ എഫക്റ്റീവ് ആണ്. കാരണം എനിക്ക് പെയിൻ വന്ന സമയത്ത് അത് ചെയ്തപ്പോഴത്തേക്ക് പെയിൻ കുറഞ്ഞു. അതിനുശേഷം പിന്നീട് ബൈപ്പാസ് സർജറി ചെയ്തു. പക്ഷെങ്കിൽ അതിനുള്ള സാവകാശം കിട്ടി. ഞാനിവിടെ പോസിറ്റീവ് കമ്മ്യൂണിറ്റി ഒരു മീറ്റിംഗ് അവിടെ വടക്കൻ പറവ് നടക്കുമ്പോഴാണ് എനിക്കിത് ഉണ്ടാവുന്നത്. പിന്നെ എനിക്ക് ഒരാഴ്ച ഏകദേശം 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ഹോസ്പിറ്റലിലൊക്കെ പോയി ചെയ്യാനൊക്കെ സാധിച്ചത്. അത് പെട്ടെന്ന് പോയി ഹോസ്പിറ്റലിൽ. പിന്നെ അവർ പിന്നീട് ഈ പറയുന്ന മെയിൻ ഹോസ്പിറ്റലിലേക്ക് പോയി, റഷ്യൻ ജനറൽ ഹോസ്പിറ്റൽ. അതിനുള്ള സാവകാശം കിട്ടി. തീർച്ചയായിട്ടും ഈ പറയുന്ന അവസ്ഥയിൽ നമുക്ക് പറയുന്ന മൃതസഞ്ജീവിനി മുദ്ര തന്നെ പറയുന്നത്. മൃതസഞ്ജീവിനിയായിട്ട് പ്രവർത്തിച്ചു അനുഭവമുണ്ട്. താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും അതിനായി തുടർന്നുള്ള ഈ ക്ലാസ്സുകൾ സാറ് കുറച്ചുകൂടി തിയറട്ടിക്കലായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ഫ്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും ഇതൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ് നമ്മൾ നോക്കണം. ഇതൊരു രോഗത്തിനുള്ള പ്രതിവിധി, ഇതൊരു ഹീലിംഗ്, ഹോളിസ്റ്റിക് ഹീലിംഗിന്റെ പാർട്ടാണ്. രാജ് സാർ പറഞ്ഞ പോലെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിന് കഴിയും. പരമാവധി പറയും. സാറേ നമസ്കാരം. കാരണം എനിക്ക് ഇഷ്ടമുള്ളതാണ്. കാരണം ഞാൻ രോഗികളിൽ വരുമ്പം സാറ് പറഞ്ഞ പോലെ ഈ ചിന്മുദ്ര ഉറക്കം വരാത്തവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ പറഞ്ഞു കൊടുക്കുമ്പോ സാറ് ഇങ്ങനെ ഞാൻ ഉറങ്ങാൻ പോകുന്നു പറയുന്നതിന് പകരം ഞാൻ പറയും, നിങ്ങളൊരു കാര്യം ചെയ്തു 1 to 50 എണ്ണിക്കോളൂ. അപ്പൊ ഒരു 20 എല്ലാം തന്നെ നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവും. അത് പിന്നെ നെഞ്ചത്ത് വെക്കോ, കൈ നെഞ്ചത്ത് വെക്കോ അല്ലെങ്കിൽ ബെഡിലൊക്കെ എങ്ങനെയായാലും കുഴപ്പമില്ല. കാരണം അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഉത്തരവാദിത്തമാണ് ഇതിങ്ങനെ ഇളകിപ്പോകുക എന്നുള്ളത്. അപ്പൊ അതിൽ തന്നെ ശ്രദ്ധിച്ചറിയാതെ ഇങ്ങനെ TV ആണെന്ന് പോലെ ഉറങ്ങിപ്പോകും. ഒന്നത് സാറേ. രണ്ടാമത് എനിക്ക് അനുഭവം ഉള്ളത്, ഈ ബസ്സിൽ ഒരു ദിവസം വരുമ്പോ എനിക്ക് നല്ല ദാഹം വന്നു സാറേ. എവിടെയോ സദ്യ കഴിച്ചിട്ടൊക്കെ വരികയാണ്. ദാഹം വന്നിട്ടാകുമ്പോ പിന്നെ ഞാൻ തള്ളവിരലും മുദ്ര പിടിച്ചു. തള്ളവിരലും ചെറുവിരലും അത് ജലാംശം വർദ്ധിപ്പിക്കും നമ്മുടെ ബോഡിയിൽ. കൂടാനും നല്ലതാണ്. ഇനിയിപ്പോ അത് വിചാരിച്ചിട്ട് എല്ലാവരും ഇത് പിടിച്ചോണ്ടിരിക്കണ്ട. യുവത്വം കൂടാനും ജലാംശം വർദ്ധിക്കാൻ ഈ മുദ്ര എന്ന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു അനുഭവം ഉള്ളത്, നല്ല ജലദോഷമായിട്ട് ഒരു മൂക്ക് ഇങ്ങനെ അടഞ്ഞു പോയി സാറേ. അപ്പൊ അതിന് ലിംഗമുദ്ര എന്ന് പറയും. ലിംഗമുദ്ര എന്ന് പറയുമ്പോ നമ്മളെ കൈ ഇങ്ങനെ എല്ലാ വിരലും ഇങ്ങനെ ഇട്ടിട്ട് മുറുക്കെ പിടിക്കുക. ഇവിടെ ഒന്നും ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല, എവിടെയും ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് ഏത് മൂക്കിനാന്ന് അടഞ്ഞിട്ടില്ല ആ മൂക്കിലേക്ക് തള്ളവിരൽ ഇങ്ങനെ ഇതെല്ലാം ലോക്ക് ചെയ്യുക. ഇതെല്ലാം ഇങ്ങനെ ലോക്ക് ചെയ്ത് ഇങ്ങനെ പിടിക്കുക കുറേ നേരം, ഒരു 10-15 മിനിറ്റ്. ഓട്ടോമാറ്റിക് ആയിട്ട് ആ മൂക്ക് അന്നേരം തുറന്നു കിട്ടും സാറേ. ലിംഗമുദ്ര എന്നാ പറയാ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രയാണ്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് സാറേ. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ യോഗയിൽ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ. താങ്ക് യു സാർ. നല്ല ക്ലാസ് ആയിരുന്നു സാറിന്റെ. സാറ് പറയുന്ന കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു സാർ. ഇതില് പിണറായി വിജയൻ സാറ് പറഞ്ഞ ഹൃദയ സംബന്ധമായ അസ്വസ്ഥത വരുമ്പോൾ നമ്മള് അപാൻ വായു മുദ്ര ആണ് ഉപയോഗിക്കുന്നത്. അത് 2 മുദ്രകൾ ഒന്നിച്ച് ചേർന്നതാണ്. അത് വായുവിന്റെ ആ വിരല് താഴ്ത്തി പിടിക്കുക, ബാക്കി 2 വിരലുകൾ തള്ളവിരലോട് ചേർത്ത് പിടിക്കുക, എന്നിട്ട് ഈ വിരൽ മാത്രം റിലീസ് ചെയ്യുക. സോർബിറ്റായിട്ട് ഉപയോഗിച്ച് നീക്കുന്ന അവസ്ഥ ഇത് പിടിച്ച് 10-15 മിനിറ്റ് മതിയാവും.
അത് എൻ്റെ കൂടെ ഞാൻ ട്രിവാൻഡ്രത്ത് പോകുന്ന കൂട്ടത്തിൽ എൻ്റെ തൊട്ട ബർത്തിലുള്ള മനുഷ്യൻ വല്ലാതെ വിഷമിച്ചപ്പോൾ ചോദിച്ചുകൊണ്ട് എനിക്ക് ചില പ്രശ്നമുണ്ട്, വെള്ളം വേണമെന്ന് വെള്ളം കൊടുത്തു. അപ്പോൾ ഹാർട്ടിന്റെ പ്രശ്നമാണെന്ന് തോന്നിയപ്പോൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം താഴെ ഇരുത്തിയിട്ട്, എന്നോട് ചേർത്ത് ഇരുത്തിയിട്ട്, അദ്ദേഹത്തിന് ഇങ്ങനെ കൈ പിടിക്കാൻ കഴിയുന്നില്ല, അതൊക്കെ ചേർത്ത് പിടിച്ചു. കുറച്ചു നേരം ഞാൻ തന്നെ എല്ലോട് ഇങ്ങനെ പിടിച്ച് ലേശം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്. ഒരു 5 മിനിറ്റ്സ് സാർ, 5 മിനിറ്റ്സ്. ആ 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശാന്തത വന്നു. ട്രിവാൻഡ്രത്ത് ഇറങ്ങി ഞങ്ങളുടെ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടൊന്ന് കാണിച്ചു കൊടുക്കും. പക്ഷെ സംഭവം തൽക്കാലം ശരിയാണ്. നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ആ സമയത്ത്. ഇതെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ ഹൃദയത്തിൽ നിന്ന് വളരെ പെട്ടെന്നുള്ള ഒരു മാറ്റം നമുക്ക് ഉണ്ടാകും. വായുവിന്റെ അതിപ്രസരണത്തെ കുറച്ചതിന് ശേഷം ഈ രണ്ട് ഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഭൂമിയായി. ഓക്കെ സാർ, താങ്ക് യു. സാറേ നല്ലൊരു ഹീലിംഗ് ആണ് സാറേ. നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞത്. കാരണം രോഗികളെ കൊണ്ടുപോകുമ്പോൾ ഒരിക്കലും രോഗിയോട് നിങ്ങൾ അങ്ങനെ പിടിക്കുന്ന പറഞ്ഞാൽ പിടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ രണ്ടുപേരും രണ്ട് ഭാഗത്തുണ്ടെങ്കിൽ രണ്ട് ഭാഗത്ത് അവരെ കൈ പിടിച്ചോളും. നല്ല ഹീലിംഗ് ആണ് ശരിക്കും സാറ് പറഞ്ഞ പോലെ തന്നെ. താങ്ക് യു സാർ. കുട്ടികൾക്കാണെങ്കിൽ പിന്നെ നമ്മള് ഒന്ന് കെട്ടിവെക്കുക. ഇതാണ് ചെറിയ കുട്ടികൾക്കാണ്. അപ്പൊ നമ്മൾ എന്ത് വെച്ചാല് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കെട്ടിവെക്കും. കാരണം അയാൾക്ക് അറിയില്ലല്ലോ. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. ആ കെട്ടിവെക്കണം അല്ലേ? യെസ് യെസ്. അതെ. ശരി. അപ്പൊ എല്ലാ ഹോളിസ്റ്റിക് മെത്തേഡുകളും ചെയ്യുന്ന പോലെ ഇതിന് ഡ്യൂറേഷൻ വളരെ പ്രാധാന്യമാണ്. ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മാത്രം പ്രയോജനം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. EFT ആണെങ്കിലും ഇപ്പൊ നമ്മൾ ഏത് ഹോളിസ്റ്റിക് അപ്രോച്ച് ചെയ്താലും അതിന് കണ്ടിന്യൂസ് ആയിട്ട് കുറെ സമയം ഇത് ഉപയോഗിച്ചാലേ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഇഫക്റ്റ് കിട്ടത്തുള്ളൂ എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. പലപ്പോഴും മുദ്രയൊക്കെ നമുക്കറിയാമെങ്കിലും നമ്മളത് ചെയ്യാൻ സമയം കണ്ടെത്താറില്ല എന്നുള്ളതാണ്. അല്ലെ, ബസ്സേ ചുമ്മാ ഇരുന്നാൽ പോലും നമ്മളൊന്ന് കൈ ഒന്ന് ഇതുപോലെ ചിന്മുദ്രയെ പിടിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് വേറെ സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളത്തെ വൈകുന്നേരം 8:30-ക്കാണ്. 8:30 മുതൽ 9:30 വരെ ആയിരിക്കും ക്ലാസ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ എന്നെയോ അല്ലെങ്കിൽ സാറിനെ ഒന്ന് വിളിച്ചാൽ മതി. ഇതിനുശേഷം ഞാൻ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഒരു ലിങ്ക് ഇടാം, ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്താൽ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എവിടെ എൽസ്? സബു സാർ, ചെറിയൊരു കാര്യം എനിക്ക് ഷെയർ ചെയ്യാറുണ്ട്. പറയൂ. ഉൽഹനാൻ സാർ, താങ്ക് യു വെരി മച്ച്. സാറിൻ്റെ ഇന്നത്തെ ഈ സെഷൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഇതിനെക്കുറിച്ച് അത്ര അവബോധമുള്ള ആളായിരുന്നില്ല. സാറ് പറഞ്ഞതിൽ നിന്ന് വലിയൊരു തിരിച്ചറിവാണ് നമ്മുടെ ഇന്നത്തെ സെഷനിലൂടെ എനിക്ക് കിട്ടിയത്. അതോടുകൂടി തന്നെ സാറേ, ഞാൻ എൻ്റെ അടുത്തൊരു സെഷൻ ചെയ്യാൻ പോകുന്നത് സബു സാറിനോട് ഞാൻ എപ്പോഴും എനിക്ക് ഈ സെഷനിൽ വന്നതിന് ശേഷം അങ്ങനെ ഞാൻ ഓരോ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഒരു ആരാണ്ടി ചെയ്യുന്ന മാതിരിയാണ് എൻ്റെ കാര്യം ഇപ്പോൾ. അതിനകത്ത് അടുത്തത് സാർ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നുണ്ട്. വാട്ടർ ഓൺലി ഫാസ്റ്റിംഗ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നിരാഹാരം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു സെഷൻ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ സാറ് പറഞ്ഞ പല കാര്യങ്ങളും അതോടുകൂടി വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് മൈൻഡ്ഫുൾ പ്രാക്ടീസ് കൂടി ചെയ്യുമ്പോഴാണ് എഫക്റ്റ് വളരെ കൂടുതലുള്ളത്. അതിന് ഒരുപാട് പ്രിപ്പറേഷൻസ് വേണം. നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം ആഹാരം നിർത്താൻ പറ്റില്ല, വെള്ളം മാത്രം കുടിച്ച് അതിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ അത് വിഷയമുണ്ട്. പക്ഷേ ഞാനിന്ന് സാറിനെ ശ്രദ്ധിച്ചപ്പോഴേ ഇതിനകത്ത് ഈ ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണല്ലോ. എൻ്റെ കഴിഞ്ഞ സെഷനിലൊക്കെ ഞാൻ അതിനെക്കുറിച്ച് 20 ബെനിഫിറ്റ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോഴൊക്കെ, അപ്പോൾ ആ പ്രാക്ടീസ്, മൈൻഡ്ഫുൾ പ്രാക്ടീസ് അടക്കം ചെയ്യുമ്പോൾ ഉലഹനാൻ സാറിൻ്റെ ഈ മുദ്ര പ്രാക്ടീസും ഇത് രണ്ടും കൂടെ ഒരു കോമ്പിനേഷൻ ആകുമ്പോൾ ഒരു കോംബോ ആയി മാറുമെന്നുള്ളതാണ് എനിക്കിപ്പോൾ മനസ്സിലായി. അതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ സാറ് പറഞ്ഞ 1-2 കാര്യങ്ങൾ ശരിക്കും ഇംബാലൻസ് ഉണ്ടാകുമ്പോഴാണല്ലോ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം കെമിക്കൽ ഇക്വിലിബ്രിയം എന്നൊക്കെ പറയുന്നു. അതാണ് ഇപ്പം എൻ്റെ ഭാഷയിൽ കെമിസ്ട്രി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇക്വിലിബ്രിയം ഉണ്ട്. അതെപ്പോഴും ഈക്വലൈസ് ഒക്കെ ചെയ്യുമ്പോഴാണ് കെമിക്കൽ റിയാക്ഷൻസും ഒക്കെ ഉണ്ടായി അതിൻ്റെ ബാറ്റ് പ്രോസസ് ഉണ്ട്. ഇതെല്ലാം കൂടെ കേട്ട് കഴിയുമ്പോൾ സാറേ വളരെ എനിക്ക് വേറൊരു തലത്തിൽ ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് എനിക്കിത് തോന്നിയത്. വളരെ എഫക്റ്റീവായിരുന്നു സാറിൻ്റെ ഇന്നത്തെ പ്രത്യേകിച്ചും ഈ മെഡിറ്റേഷനും അത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ഇതുകൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കിട്ടുന്ന അനുഭവങ്ങളും ഗുണങ്ങളും ഇരട്ടി മധുരമാകുമെന്നാണ് ഉലഹനാൻ സാറിനോട് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്.
ഞാൻ നാളെ തീർച്ചയായിട്ടും ഈ ക്ലാസ്സിൽ വരുന്നതായിരിക്കും. സാറിൻ്റെ ഈ ക്ലാസ്സിൽ ഞാനൊരു സ്റ്റുഡൻ്റ് ആയിട്ടിരുന്ന് വെറും ഒരു എം ടി കപ്പുമായിട്ട് വന്നിരുന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി തിരക്കായിരുന്നു. ഐ എം ലക്കി ദാറ്റ് ഐ വാസ് ഹിയർ ഇൻ ദിസ് ടുഡേ സെഷൻ. താങ്ക് യു വെരി മച്ച് സാർ, സാബു സാർ. അപ്പോൾ ഞാൻ നാളെ ഉണ്ടാവും. അപ്പോൾ സാറിൻ്റെ ഈ ക്ലാസ്സുകൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു പോലെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നു. ഒരുപാട് കാര്യങ്ങൾ സാറ് പറയുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നോട്ട് ചെയ്യാനും കഴിഞ്ഞെന്നുള്ളത് വേറൊരു കാര്യം കൂടാണ്. പ്രത്യേകിച്ചും ഈ ഡീടോക്സിഫിക്കേഷൻ്റെ സബ്ജക്റ്റൊക്കെ ഞാനിപ്പോൾ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഈ മുദ്രയിൽ കൂടെ ഇരുന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള എഫക്റ്റ് കൂടുമെന്നുള്ള ഒരു തിരിച്ചറിവ് കൂടെ ശരിക്കും ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് സാർ. ഞാൻ അധികം നീട്ടുന്നില്ല. നാളെ 8:30 ഞാൻ തീർച്ചയായിട്ടും ക്ലാസ്സിൽ സാറേ മറ്റൊരു പോസിബിലിറ്റീസ് കൂടെ കാണുകയാണ് അല്ലെ? മറ്റൊരു പോസിബിലിറ്റി കൂടെ കണ്ടെത്തുക. യെസ് സാർ. അത് എൻ്റെ സബ്ജക്ട് സാറ് വാട്ടർ ഫാസ്റ്റിംഗ് ആണ് അടുത്ത നമ്മുടെ സെഷനിലെ പ്രിപ്പറേഷൻ. അപ്പോൾ അതിന് കൂടെ രണ്ടും കൂടെ ക്ലബ് ചെയ്ത് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും. വാട്ടർ ഓൺലി ഫാസ്റ്റിംഗ് എന്നും പറയുന്നു, വാട്ടർ ഫാസ്റ്റിംഗ് എന്നും പറയാറുണ്ട്. അത് വേൾഡ് വൈഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഇപ്പോഴത്തെ പല രോഗങ്ങൾക്കടക്കം ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് ആണ് അതിനകത്ത്. പല രോഗം ഈ ഡീടോക്സിഫിക്കേഷൻ അടക്കം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ഇൻഫ്ലമേഷൻ. സാറേ ഓട്ടോഫാഗി എന്ന് പറഞ്ഞൊരു വേർഡ് സാബു സാറ് കേട്ടിട്ടുണ്ട്? അറിയാമല്ലോ, എടുക്കുന്നതാണ്. സോ ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന അപ്രോച്ചിൽ തന്നെ നമ്മളത് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ വാട്ടർ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പറയും. അത് ശരിക്കും വാട്ടർ ഫാസ്റ്റിംഗും ഫാസ്റ്റിംഗ് തന്നെയാണ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്ത് നമുക്ക് അടുത്ത സെഷൻ നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാം. ഏതായാലും വളരെ ഒരു തിരിച്ചറിവും വളരെ ഒരു ഇൻസൈറ്റ്ഫുൾ ടോപ്പിക്കുമാണ് സാർ. എനിക്ക് ഒട്ടും ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ടെന്ന് തന്നെ അറിവില്ലാത്ത ഒരാളായിരുന്നു. ഇതിന് ഇത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്ന് മുദ്രയൊക്കെ പിടിക്കണം. സാറേ വേറെ ഒറ്റ കാര്യം കൂടെ ഞാൻ സാബു സാറെ ഒന്ന് പറയാൻ അനുവദിക്കണം എന്നെ. സാർ ഈ ആങ്കറിങ് നമ്മൾ NLP പഠിച്ചപ്പോഴേ ഞാൻ എൻ്റെ അടുത്ത കാലത്തെ പല അസൈൻമെൻറ്റൊക്കെ ഞാൻ ഒരു 3-4-5 കൺട്രിയിൽ ഓൺലൈനായിട്ടൊക്കെ മീറ്റിംഗ് ചെയ്തിട്ട് എനിക്ക് വളരെ ടെക്നിക്കൽ പ്രസൻറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടിയ ഒരു ആങ്കർ ഞാൻ പിടിക്കാറുണ്ടായിരുന്നു, ഈ ഉലഹൻ ആൻസർ. അത് ഇതായിരുന്നു ഞാൻ പിടിച്ചുകൊണ്ടിരുന്നത്. അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സാർ. സാറ് പറഞ്ഞ പോലെ മെമ്മറി, അതുപോലെ പറയാനുള്ള കാര്യങ്ങളുടെ ഫ്ലോ, ആ സബ്ജക്റ്റിലേക്ക് വീണ്ടും നമുക്ക് അടുത്ത ഒരു പോയിന്റ് കിട്ടാനുള്ള ഒരു ഫ്ലോ ഒക്കെ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞോന്ന് അറിഞ്ഞുകൂടാ, ഞാൻ മസ്കറ്റിൽ നിന്ന് ഞാൻ ഖത്തർ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രസൻറ്റേഷന് വേണ്ടി ഞാൻ പോയിരുന്നു. അതിനൊക്കെ എന്നെ സഹായിച്ചത് സാർ ഈ ആങ്കറിങ് ആണ്. ഞാൻ ഒരുപാട് ടെക്നിക്കൽ പ്രസൻറ്റേഷൻ ചെയ്തു. അത് ആ പ്രസൻറ്റേഷൻ എല്ലാം ചെയ്ത് ആ പ്രൊജക്റ്റ് അതും വളരെ സക്സസ്ഫുൾ ആയി സാർ. ഇതെല്ലാം ഞാൻ അടുത്ത കാലത്ത്, അതായത് ഒരു 2 മാസത്തിനുള്ളിൽ എനിക്ക് നേരിട്ടാണ്ട അനുഭവമാണ് സാർ ഇതെല്ലാം. അപ്പോൾ ആങ്കറിങ്ങും ഈ മുദ്രയും ഒന്നാണെന്നുള്ള കാര്യത്തിലുള്ള തിരിച്ചറിവ് ഇന്നാണ് കിട്ടിയത് സാർ. അല്ല സാർ, അത് അങ്ങനെയല്ല പറയുന്നത്. ഇപ്പൊ നമ്മള് ഈ ആങ്കറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഒരിക്കലും ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലത്ത് ചെയ്യാറില്ല. ഇപ്പൊ നമ്മുടെ ഈ വിരലുകൾ കൂട്ടിമുട്ടുക വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് ഒരിക്കലും അവിടെ ആങ്കർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറില്ല. വളരെ അസാധാരണമായ സ്ഥലത്താണ് ആങ്കറിങ് ഉപയോഗിക്കേണ്ടത് NLPയുടെ കണ്ടീഷൻസ്. പക്ഷേ സാറ് പറയുന്ന ഈ പാർട്ട് എന്ന് പറയുന്ന ഭയങ്കര ഫ്ലെക്സിബിലിറ്റി, എനർജി പാസിംഗ് ഉള്ള ഒരു ഏരിയ. അപ്പൊ സാറ് ആങ്കറിങ് ആ ടോപ്പിക് ഉപയോഗിക്കുമ്പോൾ, ആ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ഡബിൾ എഫക്റ്റ് ആണ്. അതെ സാർ. സാറ് പറഞ്ഞ NLPയിൽ ഞാൻ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ ഒരു ആങ്കറിങ് ഒരു പൊസിഷനാണ് സാർ. അതുകൊണ്ടാണ് ഞാനത് ഒരുപാട് ഉപയോഗിക്കുന്ന ആളാണ് സാറ്. ഒരുപാട് അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് സാർ. അത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ കേൾക്കുമ്പോൾ മുദ്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രയാണത്. അതെ. അതിന്റെ ഒരുപാട് ഗുണങ്ങൾ ഈ പറയുന്ന പോലെ ഞാൻ പറയില്ലേ, എനിക്കിന്ന് ഒരുപാട് നോട്ടുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എഴുതാൻ കഴിഞ്ഞു സാർ. ഉലഹൻ സാർ, താങ്ക് യു വെരി മച്ച് സാർ. നാളെ വീണ്ടും നമുക്ക് ഇതിനെക്കുറിച്ച് ജോർജ് സാർ. താങ്ക് യു സാർ. താങ്ക് യു. ഹായ് ഉലഹൻ സാർ. സാറ് ഇതിനു മുമ്പും ഈ മുദ്ര തെറാപ്പിയുടെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഇത്രത്തോളം ഇന്നത്തേത് എനിക്കെന്തോ കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നുന്നു. അതായത് സൃഷ്ടികർത്താവ് നമ്മളെ ഇങ്ങോട്ട് സൃഷ്ടിച്ച് ഈ പ്രപഞ്ചം നമ്മുടെ കൈകളിൽ തന്നെ നമ്മളുടെ ആരോഗ്യം, നമ്മുടെ സുരക്ഷിതത്വം, നമ്മുടെ ജീവൻ, ഇതെല്ലാം സൂക്ഷിക്കാനുള്ളത് നമ്മുടെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. വാസ്തവത്തിൽ ഈശ്വരൻ മറ്റെവിടെയോ അല്ല, ഉള്ളിലാണെന്ന് പറഞ്ഞ പോലെ ആ ദിവ്യ ചൈതന്യവും ആ ദിവ്യ തേജസ്സും
എല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ടുണ്ട്. കണ്ടുപിടിക്കുക, പ്രയോഗിക്കുക, ഇതൊക്കെ ഒരു മുഖാന്തരം പോലെ. ഇങ്ങനെ ഒരു സൂചന, ചൂണ്ടുപലക കണ്ടാൽ വഴി തെറ്റാതെ പോകാം എന്ന് പറയും പോലെ. ഇപ്പോ മനോജ് സാർ പറഞ്ഞ പോലെ ഇന്ന് യാദൃശ്യമായിട്ട് കേൾക്കാൻ ഇട വന്നു. ഒരുപക്ഷെ ഇന്നലെ കേട്ടതുപോലെയോ മിനിഞ്ഞാന്ന് കേട്ടതുപോലെയോ അല്ല, ഇന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ചിന്തയിലുണ്ടാകുന്ന മാറ്റങ്ങൾ. വളരെ യൂസ്ഫുൾ ഇൻഫർമേഷൻ. താങ്ക് യു സർ. അനേകർക്ക് ഈ വെളിച്ചം ഇനിയും പകരാനിടയാകട്ടെ, കേൾക്കാനും അറിയാനും ഇടവരട്ടെ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ജോർജ് സാറ് ഒറ്റ വാക്ക്, നാം ഒരാൾക്ക് ഷെയ്ക്കൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ 5 വിരലുകളാണ് അയാളുടെ 5 വിരലുകളെ ടച്ച് ചെയ്യുന്നത്. നമുക്ക് അത്രത്തോളം അനുഭവം ഉണ്ടാക്കുന്നു. അതേ 5 വിരലുകൾ അയാളുടെ ചെപ്പ നോക്കി ഒരു അടി കൊടുത്താൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ വ്യത്യസ്തമാണ്. ഈ പ്രപഞ്ചത്തിന് പോസിറ്റീവ് നെഗറ്റീവ്സും ഉണ്ട്. പോസിറ്റീവ് എടുക്കുക, അയാളുടെ ചെപ്പ അവിടെ കിടന്നോട്ടെ, എൻ്റെ കയ്യിൽ വിരിക്കട്ടെ. ഇത് മനസ്സിലാക്കാതെ ഇപ്പൊ നമ്മൾ ഈ മുദ്രയെ കുറിച്ച് ചിലരോടൊക്കെ പറയും, ഓ എന്തോന്ന് മുദ്ര, അത് അയാൾ എൻ്റെ ചെവിടത്തിൽ അടിച്ചതിന് തുല്യമാണ് എനിക്ക്. പക്ഷെ ഞാനതിൽ വേദനിക്കില്ല. കാരണം ഇനിയും എൻ്റെ കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും, പുറകോട്ട് ഒളിച്ചോട്ടത്തിനില്ല. മുദ്രകള് എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ മുന്നോട്ട് വന്നത്. ഞാൻ പിന്നെ പുറകോട്ട് പോയി. സർ, താങ്ക് യു. സത്യത്തില് ഈ ഇന്ത്യയിലൊക്കെ ഈ മുദ്രകൾക്ക് ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് വന്നു. പക്ഷെ ഇത് വിദേശങ്ങളിലൊക്കെ എത്ര പ്രയോജനകരമായിട്ട് ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. കാരണം അത്രമാത്രം ശരീരത്തിന്റെ ഘടനയും അതിന്റെ എനർജി ട്രാൻസ്ഫറും ഒക്കെ അതിന് ബന്ധമുണ്ടെന്ന് ഈ പറഞ്ഞ പോലെ സായിപ്പുമാര് പറയുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. റോയ് സർ. ഞാൻ 2022 കുലകണ്ണൻ സാറിന്റെ ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ വന്നിരുന്ന അവസരം ഇപ്പൊ ഡോക്ടർ ഇല്ല, ഞാൻ ഈ മുദ്ര തെറാപ്പി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അതുവരെ എനിക്ക് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് സാറ് പൂർണ്ണമായും അതിൽ നിന്ന് ഭേദമാവുകയും ആ മുദ്ര തെറാപ്പിക്ക് ക്ലാസ് എടുക്കുകയും ചെയ്തു. ഞാനിപ്പോൾ ഓർക്കും, ഞാനത് വളരെ വ്യക്തമായിട്ട് സാറിൻ്റെ അനുഭവത്തിൽ നിന്ന് സാറിന് വന്നത് ഞങ്ങളെ ബോധ്യപ്പെടുത്തി തരികയും അതുവഴി ഈ മുദ്ര തെറാപ്പിയിലേക്ക് കൂടുതൽ ആകർഷമാവുകയും അതെല്ലാം അന്ന് സാറ് പറഞ്ഞതെല്ലാം ഞാൻ വളരെ ഇതായിട്ട് മനസ്സിലാക്കുകയും എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് രസമൊന്നുമില്ല. ഇതിനിടയ്ക്ക് ഞാനൊരു ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഒരാളെ ക്ലാസ് എടുത്തപ്പോൾ ഈ സ്പൂണും മറ്റതൊക്കെ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് ഇതുകൊണ്ട് കൈകൊണ്ട് കഴിക്കുമ്പോഴത്തേക്കുള്ള ഗുണം പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ ഇത് തെറ്റിപ്പോയി. അപ്പൊ ഞാനത് ഇത് ചെയ്തു. കാരണം വായു എന്ന് പറയുന്നത് ചൂണ്ടാന്തി വിരലില് ആണെന്ന് എനിക്കറിയാം. സാർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറഞ്ഞത് ആകാശം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് പറഞ്ഞു, അതാണോ എന്നൊന്നോടെ പരിശോധിക്കണം. ആകാശം എന്ന് പറയുന്നത് അതല്ല, വിരൽ ഇതാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ താങ്ക്സും ഒക്കെ പറഞ്ഞു കേട്ടോ പുള്ളി. അപ്പൊ ഞാൻ പറയുന്നത്, ഈ മുദ്ര തെറാപ്പിയെ കുറിച്ച് എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നെങ്കിലും സ്വന്തം അനുഭവത്തിലൂടെ ഞാൻ ക്യൂർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഗുണം കിട്ടിയത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനുള്ള സാറിൻ്റെ ആ താല്പര്യം ഞാൻ വളരെയധികം ശ്രദ്ധിച്ചു. അത് തന്നെയല്ല, ഇന്നത് എടുത്തപ്പോൾ തന്നെ എനിക്കത് അറിയാതെ തന്നെ സാറ് പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്യാൻ എനിക്ക് പറ്റും. ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, അതിൻ്റെ ഒരു ആവശ്യം വരാത്തതുകൊണ്ടാണ്, അത്രേ ഉള്ളൂ. പക്ഷേ സാറിൻ്റെ ഇന്നത്തെ ആ മെഡിറ്റേഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അപ്പൊ ഈ മുദ്രയിലൂടെ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യണതെന്ന് സാറ് കാണിച്ചത്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ ഓക്കെ, വേറെ ആർക്കെങ്കിലും? രമാവതി എന്തോ പറഞ്ഞിരുന്നല്ലോ, അമന ടീച്ചർ, സുനിത. ഓക്കെ സാർ, അപ്പൊ നമുക്ക് നാളെ വീണ്ടും കാണാം 8:30. നാളത്തെ കഥയിലുമുണ്ട് കാര്യം. നാളത്തെ കഥയും നമുക്ക് ഓക്കെ. സോ സീ യു ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു, ബൈ. ഒരു സെക്കൻഡ് സാറേ, ഞാൻ ഒരു പറഞ്ഞോളൂ. സാറേ